السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وجنوده وجميع مشائخنا الأزهرية الشالياتية وجميع المؤمنين والمؤمنات. بسم الله الرحمن الرحيم. وعهدنا إلى إبراهيم وإسماعيل أن طهر بيتي للطائفين والعاكفين والركع السجود. صدق الله العظيم. قال رسول الله صلى الله عليه وسلم: وهو يعتكف الذنوب ويجزى له من الحسنات كحامل الحسنات كلها. റവാഹുൽ ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, പരിശുദ്ധമായിരിക്കുന്ന റമദാൻ ഷരീഫിൽ പള്ളിയിൽ വെച്ച് എഅ്തികാഫ് എന്ന് പറയുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. എഅ്തികാഫ് പൊതുവെ പുണ്യമുള്ള കാര്യമാണ്. അതോടുകൂടെ പരിശുദ്ധ റമദാൻ ഷരീഫിൽ വലിയ പുണ്യമുള്ളതാണ്. അതിലും അവസാനത്തെ പത്തിൽ വളരെ വളരെ പുണ്യമുള്ള സംഗതിയാണ് എഅ്തികാഫ് ഇരിക്കുക എന്ന് പറയുന്നത്. എഅ്തികാഫിനെ സംബന്ധിച്ച് നാം പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ വഴിപ്പെട്ടുകൊണ്ട് അവൻ്റെ ഇബാദത്തിന് വേണ്ടി, അവൻ്റെ പൊരുത്തം ആഗ്രഹിച്ച് അവൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ വേണ്ടി പള്ളിയിൽ താമസിക്കുക ഇഖ്ലാസോടു കൂടി ആണെങ്കിൽ ഇത് വലിയ ഒരു പ്രവർത്തനമാണ്, അഷ്റഫുൽ അഅ്മാലാണ്. കാരണം ദുനിയാവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വിട്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ വേണ്ടി ദുനിയാവിൻ്റെ ശുഗ്ലുകളെല്ലാം, ദുനിയാവിൻ്റെ ഡെക്കറേഷനുകളെല്ലാം, ദുനിയാവിൻ്റെ രസങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് മുന്നിടുക എന്ന് പറയുന്നത്, അതാണ് മുഅ്തകിഫ്. വലിയ മഹത്വമുള്ള ആളാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മഹത്തുക്കളൊക്കെ പറഞ്ഞത്, ബഹുമാനപ്പെട്ട അതാഉൽ ഖുറാസാനി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹത്തുക്കൾ പറഞ്ഞു: മസലുൽ മുഅ്തകിഫി കറജുലിൻ ലഹു ഹാജത്തുൻ ഇലാ അളീമിൻ ഫയജ്ലിസു അലാ ബാബിഹി വയഖൂലു ലാ അബ്റഹു ഹത്താ യുഖ്ളാ ഹാജതി ഫകദാലികൽ മുഅ്തകിഫു യജ്ലിസു ഫീ ബൈത്തില്ലാഹി വയഖൂലു ലാ അബ്റഹു ഹത്താ യുഗ്ഫറ ലീ. അതായത് ബഹുമാനപ്പെട്ട അതാഉൽ ഖുറാസാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഇഅ്തികാഫ് ഇരിക്കുന്ന മുഅ്തകിഫ്, ആ മുഅ്തകിഫിന്റെ ഉദാഹരണം ഒരു വണ്ണമായ ഒരാൾ വലിയ ഒരു ധർമ്മിഷ്ഠന്റെ വീട്ടിൽ അടുത്ത് നിൽക്കുന്ന ഒരാളെ പോലെയാണ്. ഒരു സഖിയിന്റെ, ഒരു അദീമായ ആളുടെ അടുക്കലേക്ക് ആവശ്യം കൊണ്ടുപോയി അയാളുടെ വാതിലടുക്കൽ ഇരുന്നിട്ട്, എൻ്റെ ആവശ്യം വീട്ടപ്പെടുന്നത് വരെ ഞാൻ ഇവിടുന്ന് പോവുകയില്ല എന്ന് ഒരു സായില്, ഒരു മനുഷ്യൻ നിൽക്കുന്നത് പോലെയാണ് ഇഅ്തികാഫ് ഇരിക്കുന്ന മനുഷ്യൻ. ഇഅ്തികാഫ് ഇരിക്കുന്നവൻ അള്ളാഹുവിൻ്റെ വീടായ പള്ളിയിൽ ഇരുന്നു കൊണ്ട് എനിക്ക് മഗ്ഫിറത്ത് ലഭിക്കപ്പെടുന്നത് വരെ ഞാൻ ഇവിടുന്ന് പോവുകയില്ല എന്ന് പറയുന്നത് പോലെയാണ് എന്ന് അതാഉൽ ഖുറാസാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നഫഅനാ ബിഹി മഹാനവരുകൾ അവിടുത്തെ അൽ ഫതുഹുർ റബ്ബാനി ഫിൽ ഫൈലുർ റഹ്മാനി എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഅ്തികാഫ് ഇരിക്കുന്ന മനുഷ്യൻ, ആ ഇഅ്തികാഫ് ഇരിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായികത്ത് വളരെ നോക്കിക്കൊണ്ടിരിക്കും. അയാൾ പള്ളിയിൽ നിന്ന് പോകുന്ന സമയത്ത് മലായികത്ത് അയാൾ തേടി നടക്കുമെന്നും അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ഇഅ്തികാഫ് ഇരിക്കുന്ന ആളുകൾക്ക് ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നഫഅനാ ബിഹി അവിടുത്തെ അൽ ഫതുഹുർ റബ്ബാനി വൽ ഫൈലുർ റഹ്മാനി എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം. നാം ചിന്തിക്കേണ്ടതുണ്ട്, പരിശുദ്ധമായിരിക്കുന്ന റമദാൻ മാസം വലിയ ബർക്കത്തിന്റെ മാസം, പുണ്യത്തിന്റെ ഭൂകാലമായ മാസം. അപ്പം അതുകൊണ്ട്
ഓരോ സെക്കൻഡുകളും ഓരോ നിമിഷങ്ങളും ഓരോ മണിക്കൂറുകളും വലിയ ബറക്കത്തുള്ളതാണ് പരിശുദ്ധ റമദാൻ ഷരീഫ്. ആ പരിശുദ്ധ റമദാൻ ഷരീഫിൽ ലൈലത്തുൽ ഖദ്ർ എന്നതിൽ വലിയ ഒരു പ്രാധാന്യമുള്ള വസ്തുവാണ്. വലിയ മഹത്വമുള്ള, വളരെ കൂടുതൽ പരിഗണിക്കേണ്ട, പ്രധാനമായി കാണേണ്ട ഒരു വിഷയമാണ് ലൈലത്തുൽ ഖദ്ർ സമ്പാദിക്കുക. അതിനു വേണ്ടിയാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ സാധുക്കളായ നമുക്ക് വേണ്ടി, നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി എഅ്തികാഫ് ഒരു മാസം പരിപൂർണമായി എഅ്തികാഫ് ഇരുന്ന സമയങ്ങളുണ്ട്. ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ 10 എഅ്തികാഫ് അത് വഫാത്ത് ഷരീഫ് വരെ വിട്ടിട്ടില്ല. അത്രക്കും വലിയ ഗൗരവമായി വളരെ കൂടുതൽ പ്രധാനമായി ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. എത്രമാത്രം ഒരു പ്രത്യേക കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം, ഒരു വർഷം എഅ്തികാഫ് ഇരിക്കാത്തതിന്റെ പേരിൽ ശവ്വാലിന്റെ അവസാനത്തെ 10 ആ എഅ്തികാഫ് ഖളാ വീട്ടി എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി 2441 ഹദീസിൽ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഒരു ദീർഘയാത്രയുടെ കാരണം കൊണ്ട് യാത്ര ആയതിന്റെ പേരിൽ എഅ്തികാഫ് നഷ്ടപ്പെട്ടപ്പോൾ അടുത്ത വർഷമുള്ള റമദാനിൽ 20 ദിവസം എഅ്തികാഫ് ഇരുന്നത് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു 803 ഹദീസിൽ തുർമുദി ഷരീഫിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും വലിയ പ്രാധാന്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. ഒരുപാട് ഹദീസുകൾ ഇതിന് മഹത്വം പറഞ്ഞു. മാത്രമല്ല, എഅ്തികാഫ് എന്ന് പറയുന്ന ഈ പുണ്യകർമ്മം പറയുന്നതിന് മുമ്പ് പള്ളി, നമ്മുടെ ഈ പള്ളി മസ്ജിദുൽ അസ്ഹർ എന്ന് പറയുന്നത് മഹാനായ ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ടാക്കിയ പള്ളി. ഈ മഹത്തായ പള്ളി 3 പള്ളികൾക്കല്ലാതെ യാത്ര പോകരുത് എന്ന ഹദീസ് പറഞ്ഞുകൊണ്ട് ചില ആളുകളെല്ലാം മഖ്ബറകൾ സിയാറത്തിനൊക്കെ വിലങ്ങാറുണ്ട്. അതിന്റെ വിശദീകരണത്തിൽ മഹത്തുക്കളൊക്കെ പറഞ്ഞത് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കാറുണ്ട്. നമ്മളും മറ്റു ദിറാസിൽ അത് സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും പള്ളി എന്ന് പറയുന്നത് എന്ന നിലക്ക് എല്ലാ പള്ളികളും സമമാണ്. 3 പള്ളികൾക്ക് വലിയ മഹത്വമാണുള്ളത്. എന്നാൽ ചില പള്ളികൾ മഹത്തുക്കളൊക്കെ ഇബാദത്തെടുത്ത, മഹത്തുക്കളൊക്കെ സാന്നിധ്യമുള്ള, മഹത്തുക്കളൊക്കെ വന്നിരുന്ന പള്ളികളിൽ, അതുപോലെ മഹത്തുക്കൾ ഉണ്ടാക്കിയ പള്ളിയിൽ വലിയ ഒരു ബറക്കത്തുണ്ടാകും. അവിടെ ഒന്ന് പ്രവേശിക്കണം, അവിടെ ബറക്കത്തെടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഷാബിലിയുല്ലാഹി ദഹലബി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫയൂലുൽ ഹറമൈൻ പോലത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തുകയാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പല സ്ഥലത്തുമല്ല ത്വാഇൻ നബവിയിൽ അത് വിശദീകരിച്ചിട്ടുമുണ്ട്. ഏതായാലും ഈ മസ്ജിദുൽ അസ്ഹർ മഹാനായ ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി വറഫഅനാ ബിഹി മഹാനവറുകൾ 1946, അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ മുമ്പ്, ഒരു വർഷം മുമ്പ് മഹാനവറുകൾ ഉണ്ടാക്കിയ പള്ളിയാണ് ഈ മസ്ജിദുൽ അസ്ഹർ എന്ന് പറയുന്ന പള്ളി. ഈ മഹത്തായ പള്ളി ഒരു അത്ഭുതകരമായ പള്ളിയാണ്. നാം ചിന്തിക്കേണ്ടതുണ്ട്. ഈ പള്ളി സാധാരണ പള്ളികളെ അപേക്ഷിച്ച് ഇതിന്റെ നിർമ്മാണ രീതിയിൽ തന്നെ ഒരുപാട് വ്യത്യസ്തതകൾ പുലർത്തിയിട്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. പല വിധത്തിലും മരത്തിന്റെ പലകളുടെ സ്ഥാനത്ത് സിമന്റ് കോൺക്രീറ്റ് ഇട്ട് അതിലൂടെ അതിന്റെ കട്ടിലകളെ കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രമല്ല, മിഹ്റാബിന്റെ വലതുഭാഗത്ത് നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു വാതിൽ ഈ പള്ളിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിസ്കാരത്തിന്റെ ഇടയിൽ ഇമാമിന് വല്ല അസൗകര്യം, എന്തെങ്കിലും പ്രശ്നം വന്നാൽ പിന്നിലുള്ളവർക്ക് ബുദ്ധിമുട്ടാകാത്ത വിധത്തിൽ പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വാതിൽ, മിഹ്റാബിൽ നിന്ന് പുറത്തു പോകാനുള്ള സൗകര്യം ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ വലിയ ഒരു ഹിക്മത്തോടുകൂടെ മഹാനവറുകൾ ഉണ്ടാക്കിപ്പിച്ച പള്ളിയാണ് ഈ മസ്ജിദുൽ അസ്ഹർ എന്ന് പറയുന്ന പള്ളി. ഈ പള്ളിയോട് ചേർന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട മക്തബ ദാറുൽ ഇഫ്തായിൽ അസ്ഹരിയ, മക്തബത്തുൽ അസ്ഹരിയ, ലൈബ്രറി, മർക്കസു അകാബിരി അഹ്ലിസുന്നയായ ഈ മഹത്തായ ലൈബ്രറിയും മഹാനവറുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതായാലും പള്ളിയുടെ പ്രധാന വാതിലുകളിൽ എല്ലാം നോക്കി മുകളിൽ നമുക്ക് ഒരുപാട് നസീഹത്തുകളുള്ള ആശയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. തമ്മൽ മസ്ജിദു ബിജാനിബിഹി ദാറുൽ ഇഫ്താഹ്, അതുപോലെ മിഹ്റാബിന്റെ മുകളിൽ അയാ മുബാറക് ഖദ് ഖാമത്തിസ് സ്വലാത്തു അല്ലാഹു അക്ബർ, അങ്ങനെ ഒരുപാട് സ്ഥലത്ത്
ഓരോ വാതിലിന്റെ അടുത്തും ഓരോ ഉപദേശമാണ്. പള്ളിയുടെ അകത്ത് നിന്ന് കുത്തുബ്ഖാന, ദാറുൽ ഇഫ്താൽ അസ്ഹരിയ കുത്തുബ്ഖാനയിലേക്ക് പോകുന്ന വാതില് ഫീഹ കുത്തുബുൻ ഖയ്യിമ തസൂഖുലിൽ ബയ്യിന. ഉളൂഇന്റെ വാതിലിന്റെ അവിടെ തവല്ലഉ ഫീഹ ഹമീദ തത്ഹുർ ബിദാലിക ഇഖ്തർ ഖുദ്സ. അങ്ങനെ ഓരോ നസീഹത്തുകളാണ്. മാത്രമല്ല ധർമ്മപ്പെട്ടിയുടെ അതിന്റെ മുകളിൽ എഴുതിയിട്ടുള്ളത് ഇഖ്തർ നഖിയ ഇത്തഖിൽ മജീദ വലാ തൻസ സ്വദഖ. മാത്രമല്ല മിഹ്റാബിന്റെ ഇടതുവശത്തുള്ള ആ ഘടികാര ക്ലോക്കിന്റെ താഴെ എഴുതിയിട്ടുള്ളത് തനബ്ബഹ് ഇന്ന ദൗരി നഖ്സു ഉംരിക ഫഹയ്യ അലസ് ദിയാദി സമാനി ഖൈരിക. അങ്ങനെ ഓരോ നസീഹത്തുകൾ ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയിട്ടുണ്ട്. ഈ പള്ളിയുടെ മുകളിൽ അതുപോലെ വാതിലിന്റെ മുകളിലെല്ലാം കാണുന്ന ഈ ഉപദേശങ്ങൾ, ഈ വാചകങ്ങൾ ഒന്നും തന്നെ വെറും ഒരു വാക്ക് മാത്രമല്ല, ഒരുപാട് ഉപദേശങ്ങൾ അടങ്ങിയ ജവാമിഉൽ കലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തായ ആ മുഅ്ജിസത്തിന് അമ്പിയാക്കൾക്കുണ്ടാകുന്ന മുഅ്ജിസത്ത്, ഔലിയാക്കൾക്കുണ്ടാകുന്ന കറാമത്ത്, ആ നിലക്ക് ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി ചെറിയ വാക്കുകൊണ്ട് ഖൈറുൽ കലാമിമാ ഖല്ലബദല്ല എന്ന നിലക്ക് ഒരുപാട് ഉപദേശങ്ങൾ മഹാനവറുകൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വചനങ്ങൾ എല്ലാം കണക്ക് നോക്കിയാൽ, ജുമൽ ഹിസാബ് കണക്ക് നോക്കിയാൽ ഈ പള്ളി ഉണ്ടാക്കിയ സമയം 1366 ഹിജ്റ, ആ വർഷം നമുക്ക് കിട്ടുന്നു. എത്രമാത്രം ആശമേറിയത് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം ജുമൽ കണക്ക് സൂചിപ്പിക്കുന്നത് പള്ളിയുടെ നിർമ്മാണ വർഷമായ ഹിജ്റ 1360-നെയാണ്. അതുകൊണ്ട് ഈ വാചകങ്ങൾ ഒന്നും തന്നെ കേവലം ഒരു നിർമ്മാണ വർഷം മാത്രം സൂചിപ്പിക്കുന്ന മാത്രമല്ല, മറിച്ച് ഓരോ സ്ഥലത്തോടും യോജിച്ചതും അവിടെ പാലിക്കേണ്ട അദബുകൾ എന്തൊക്കെയാണ് അതും കൂടി ഇതിൽ സൂചനകൾ. അതും ഖൈറുൽ കലാമിമാ ഖല്ലബദല്ല എന്ന നിലക്ക് മഹാനായ ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവറുകൾ ഈ മസ്ജിദുൽ അസ്ഹറിന്റെ ഒരു നസീഹത്തിൽ മഹാനവറുകൾ നമുക്ക് പറഞ്ഞു തരികയാണ്. ഏതായാലും മസ്ജിദുൽ അസ്ഹർ 1946 ഈസ്വി, അതായത് 1366 ഹിജ്റയിൽ ഉണ്ടാക്കിയ ഈ പള്ളി, അല്ലാഹു തആല ഈ പള്ളിയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ അല്ലാഹു തആല മാഫാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഇഅ്തികാഫും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഏതായാലും മസ്ജിദുൽ അസ്ഹറുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ മൊത്തം പള്ളികളെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വ അഖാമസ് സ്വലാത്ത വ ആതസ് സകാത്ത വലം യഖ്ശ ഇല്ലല്ലാഹ് ഫഅസാ ഉലൈക അൻ യകൂനു മിനൽ മുഹ്തദീൻ. അല്ലാഹുവിന്റെ പള്ളികൾ, അല്ലാഹുവിന്റെ വീടുകൾ പരിപാലിക്കേണ്ട ആളുകൾ ആരാണ്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് വിഷയങ്ങൾ മഹത്തുക്കൾ പറഞ്ഞത് കാണാം. പള്ളി പരിപാലിക്കുന്ന, പ്രത്യേകിച്ചും ഈ ആയത്തിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞു, പള്ളി പരിപാലിക്കേണ്ട ആൾക്കാർ എങ്ങനെ ഉണ്ടാകണം? പക്കാ മുഅ്മിനീങ്ങളാകണം. നിസ്കാരത്തിൽ നിർത്തി സകാത്ത് കൊടുക്കുന്ന, അല്ലാഹുവിനല്ലാതെ പേടിക്കരുത്, റബ്ബിനെ മാത്രം ഏത് വിഷയത്തിലും ഹക്ക് തുറന്നു പറയുന്ന, അതോടുകൂടി അങ്ങനെയുള്ള വിശേഷണങ്ങളുള്ള ആയിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കളൊക്കെ ധാരാളം പറഞ്ഞത് കാണാം. ജമാഅത്തിനെ സംബന്ധിച്ച് ജമാഅത്തോടുകൂടി നിസ്കരിക്കുക, സ്വലാത്തു റജുലി ഫി ജമാഅത്തിൻ, ജമാഅത്തിൽ നിസ്കരിക്കുന്നത് തദ്അഫ ലാ സ്വലാത്തിഹി ഫി ബൈതിഹി വഫി സൂഖിഹി 25 ളഅഫ. അതായത് പള്ളിയിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിലും മറ്റു സ്ഥലങ്ങളൊക്കെ നിസ്കരിക്കുന്ന 25 ഇരട്ടി, മറ്റു റിവായത്തിലൊക്കെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നേക്കാൾ 27 ഇരട്ടി പ്രതിഫലം എന്ന് ഒരുപാട് ഹദീസുകളിൽ കാണാം. അതുപോലെ തറാവീഹി പോലത്തത് ജമാഅത്ത് സുന്നത്തുൽ നിസ്കാരം അത് പള്ളി നിസ്കരിക്കണം എന്നും അത് വീട്ടിൽ നിസ്കരിക്കുന്നേക്കാൾ വലിയ മഹത്വമാണെന്നും, അതുപോലെ ഫസവാബുൽ മുസല്ലീന ഫിൽ ബൈത്തി ബിൽ ജമാഅത്തി ദൂന സവാബിൽ മുസല്ലീന ഫിൽ മസ്ജിദ് ബിൽ ജമാഅ. അതായത് വീട്ടിൽ വെച്ചിട്ട് ജമാഅത്തായി നിസ്കരിക്കുന്നത് അത് പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിസ്കരിക്കുന്ന ആ നിസ്കരിക്കുന്ന സവാബിനേക്കാളും താഴെയാണ് എന്ന് വിശദീകരിച്ചൊക്കെ തഫ്സീർ റൂഹുൽ ബയാൻ പോലത്തെ ഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞത് കാണാം. ഏതായാലും ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈഹി ഇതെല്ലാം പറഞ്ഞ് പള്ളിയുടെ ഓരോ മഹത്വങ്ങളും, പള്ളി ഇമാറത്ത്, അതുപോലെ പള്ളി എന്തെങ്കിലും പൊളിഞ്ഞ് അല്ലെങ്കിൽ വീണാല് അതൊക്കെ നന്നാക്കാൻ വേണ്ടി അതിനുള്ള സംഗതികളൊക്കെ വിശദമായി പറഞ്ഞത് കാണാം. അതോടുകൂടെ മഹാനായ ഇസ്മായിൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈഹി ഇതേ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹത്തുക്കളായ മഹാന്മാരുടെ മഖ്ബറകളെ പരിപാലിക്കുന്നതിനെ സംബന്ധിച്ച്
അനുസരിച്ച് അഷൈഖ് അബ്ദുൽ ഖനി നാബുൽസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കശ്ഫുന്നൂർ അൻ അസ്ഹാബിൽ ഖുബൂർ ഉദ്ധരിച്ചുകൊണ്ട് മഹാനവറുകൾ വിശദമായി പറഞ്ഞത് കാണാം. ഫബിനാഉൽ ഖുബാബി അലാ ഖുബൂരിൽ ഉലമാഇ വൽ ഔലിയാഇ വസ്സുലഹാഇ വവദഉ സുതൂരി വൽ അമാഇമി വസ്സിയാബി അലാ ഖുബൂരിഹിം അംറുൻ ജായിസുൻ ഇദാ കാനൽ ഖസ്ദു ബിദാലിക തഅലീം ഫി അയ്നിൽ ആമ ഹത്താ ലാ യഹ്തഖിറു സാഹിബ ഹാദൽ ഖബ്ർ എന്നൊക്കെ വിശദമായി മഹാനവറുകൾ പറഞ്ഞത് കാണാം. മഹത്തുക്കളുടെ മഖ്ബറകൾ ദർഗകൾ പരിപാലിക്കുക. ഏതായാലും നമ്മുടെ ഈ മസ്ജിദുൽ അസ്ഹറും അതിന്റെ അടുത്തുള്ള ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ മഖ്ബറത്തു ഷരീഫ, അസ്ഹാബുൽ കഹഫിന്റെ ചരിത്രം പറഞ്ഞ സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹഫിൽ, അതുപോലെ അവിടെയുള്ള പള്ളിയെ സംബന്ധിച്ചൊക്കെ വിശദമായി പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പള്ളിയുടെ ബറക്കത്ത് കൊണ്ട്, മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ഇരുവീട്ടിലും സലാമത്തും സന്തോഷങ്ങളും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. തഫ്സീർ റൂഹുൽ ബയാനിൽ പറഞ്ഞത് കാണാം. അലി റളിയല്ലാഹു തൊട്ട് നവ്വർത മസ്ജിദന നവ്വറല്ലാഹു ഖബ്റക യാ ഇബ്നുൽ ഖത്താബ് എന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു ഉമർ റളിയല്ലാഹു പറഞ്ഞത് കാണാം. ഉമരെ, നീ പള്ളിയെ നീ പ്രകാശിപ്പിച്ചതുപോലെ അല്ലാഹു തആല നിങ്ങളെ ഖബറിനെയും അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ ഓ ഉമർ എന്ന് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ബഹുമാനപ്പെട്ട കൻസുൽ ഉമാല് മുത്തഖിൽ ഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇസ്മായിൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ റൂഹുൽ ബയാൻ 510 ഈ പേജിൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുകയാണ്. അതോടുകൂടെ ബഹുമാനപ്പെട്ട ഇമാമുൽ ഹുദ അബുൽ ഇസി സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി തറാവീഹിന്റെ മഹത്വം പറഞ്ഞ സ്ഥലത്ത് തംബീഹുൽ ഗാഫിൽ പറയുന്നു, നവ്വറല്ലാഹു ഖബ്റ ഉമറ കമാ നവ്വറല്ലാഹു മസാജിദന, നമ്മുടെ പള്ളികളൊക്കെ പ്രകാശിച്ചതുപോലെ അല്ലാഹു തആല മഹാനവറുകളുടെ ഖബറും പ്രകാശിപ്പിക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഈ മസ്ജിദുൽ അസ്ഹർ, ഈ കുതുബ്ഖാന ദാറുൽ ഇഫ്തായിൽ അസ്ഹരിയ, ഇതെല്ലാം പരിപാലിച്ച, ഇതിനൊക്കെ ഭംഗി നൽകിയ, പ്രകാശം നൽകിയ, ഈ വിളക്ക് ലോകത്തിനക്ക് അതിന്റെ പ്രചരണത്തിന് വേണ്ടി ഇവിടെ കത്തിച്ചു വെച്ച മഹാനായ ഇമാം ഷാരിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബറിൽ ധാരാളം പ്രകാശങ്ങൾ അല്ലാഹു തആല ഇറക്കി കൊടുക്കുമാറാകട്ടെ. ഏതായാലും എഅ്തികാഫുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പരിശുദ്ധമായിരിക്കുന്ന റമദാൻ ഷരീഫിൽ എഅ്തികാഫ് അധികരിപ്പിക്കണം. അല്ലാഹു തആല സൂറത്തുൽ ബഖറ 125 ആയത്തിൽ പറഞ്ഞു, وَأَعْهِدْنَا إِلَى إِبْرَاهِيمَ وَإِسْمَاعِيلَ أَنْ طَهِّرَا بَيْتِيَ لِلطَّائِفِينَ وَالْعَاكِفِينَ وَالرُّكَّعِ السُّجُودِ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോടും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനോടും നമ്മൾ ഇതാ താക്കീത് ചെയ്തിട്ടുണ്ട്. തവാഫ് ചെയ്യുന്നവർക്കും എഴുത്തിക്കാഫിരിക്കുന്നവർക്കും അതുപോലെ റുക്കൂ സുജൂദ് ചെയ്യുന്നവർക്ക്, അതായത് നിസ്കരിക്കുന്ന ആളുകൾക്കൊക്കെ ഈ കഅബ ഒന്ന് ക്ലീൻ ആക്കി വെക്കണം, എന്റെ വീടായ കഅബ ക്ലീൻ ആക്കണം, വൃത്തിയാക്കണം എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോടും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനോടും അല്ലാഹു സുബ്ഹാനഹു വ തആല അഹദ് ചെയ്തിട്ടുണ്ട്, കരാർ ചെയ്തിട്ടുണ്ട്, താക്കീത് ചെയ്തിട്ടുണ്ട് എന്ന് സൂറത്തുൽ ബഖറ 125 ആയത്തിൽ പറയുകയാണ്. അപ്പോ ഇഅ്തികാഫ് എന്ന് പറഞ്ഞത് ശരീഅത്തുൽ ഖദീമ, പണ്ടേ ഉള്ള ശരീഅത്തിൽ തന്നെ ഉണ്ട്. മുൻഗാമികളായ ശരീഅത്തിലും ഇഅ്തികാഫ് ഉണ്ട്. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാർത്ഥവും അതിന്റെ സാങ്കേതികത്വം. ഇഅ്തികാഫിന്റെ ഭാഷാർത്ഥം ഒരു സ്ഥലത്ത് നിൽക്കുക, പ്രത്യേകമാപ്പെട്ട സ്ഥലത്തിൽ പിടിച്ചു നിർത്തുക, നിൽക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അത് സൂറത്ത് മറിയം 52 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഭാഷാർത്ഥത്തിൽ മാ അഹാദിഹി തമാസീലുല്ലത്തി അൻതും ലഹാ ആകിഫൂൻ എന്ന് സൂറത്ത് മറിയം 52 ആയത്തിൽ പറഞ്ഞത് കാണാം. അതോടുകൂടി മഹാനായ ഗൗസുൽ ആലം മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗുനിയത്തിൽ പറയുന്നു, ഇഅ്തികാഫ് ഇരിക്കുന്ന ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? ഇഅ്തികാഫ് ഇരിക്കുന്ന ആള് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. മഹാനായ ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു ഗുനിയത്തിൽ പറയുന്നു, പരിശുദ്ധ ഖുർആൻ ഓതുക, തസ്ബീഹ് സുബ്ഹാനല്ലാഹ്, കലിമത്തു ത്വയ്യിബ അധികരിപ്പിക്കുക, കലിമ അധികരിപ്പിക്കുക. അതുപോലെ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക, അതായത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ചിന്തിച്ച് അള്ളാഹുവിന്റെ ഖുദ്റത്ത് ചിന്തിക്കുക. തഫക്കറൂ ഫീ ആലാഇല്ലാഹി വലാ തഫക്കറൂ ഫീ ദാത്തില്ലാഹി ഫതഹ്ലികൂ. അതുപോലെ തഫക്കറൂ ഫീ ഖൽഖില്ലാഹി വലാ തഫക്കറൂ ഫില്ലാഹി ഫതഹ്ലിക്. അതായത് അള്ളാഹുവിന്റെ നിഅമത്തുകൾ, അള്ളാഹുവിന്റെ അജായിബാത്ത്, അള്ളാഹുവിന്റെ സൃഷ്ടികൾ, ആകാശ ഭൂമി പോലോത്ത റബ്ബിന്റെ ഖുദ്റത്തുകൾ, റബ്ബിന്റെ അജായിബാത്ത്, റബ്ബിന്റെ സൃഷ്ടികളിൽ എല്ലാം ചിന്തിക്കണം. അല്ലാഹു തആല എത്രമാത്രം വിധത്തിലാണ് ഇതിനെ പടച്ചിട്ടുള്ളത്, റബ്ബിന്റെ ഖുദ്റത്ത് എല്ലാത്തിലും ചിന്തിക്കുക. അള്ളാഹു എങ്ങനെയാണെന്ന് ചിന്തിക്കാൻ പാടില്ല. കാരണം അള്ളാഹു തആല ശരീരത്തിനൊത്തൊരു ശുദ്ധനാണ്, അള്ളാഹു എല്ലാ സ്ഥലത്തിനെത്തൊട്ടും ശുദ്ധനാണ്. നിങ്ങളെ മനസ്സിൽ എങ്ങനെയെല്ലാം അള്ളാഹുവിനെ കുറിച്ച് ഉദിക്കുന്നു ചിന്തകൾ, അങ്ങനെയൊന്നും അള്ളാഹു തആല അല്ല. അള്ളാഹു അതിനെത്തൊട്ടൊക്കെ ശുദ്ധനാണ്.
ആ നിലക്ക് നമ്മുടെ വിശ്വാസം അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പഠിപ്പിക്കുന്നത് പോലെ ആ വിശ്വാസത്തിലാകണം. അല്ലാഹു തആല എല്ലാ അയബുകളെ തൊട്ട് ശുദ്ധനാണ്, ശരീരത്തെ തൊട്ടും സ്ഥലങ്ങളെ തൊട്ട് എല്ലാം അല്ലാഹു ശുദ്ധനാണ്. അല്ലാഹു തആല ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും എല്ലാം അല്ലാഹു തആല ഒരുവനാണ്, അവനിക്ക് ഒരു ശരീക്കുമില്ല എന്ന പരിപൂർണ വിശ്വാസ അടിത്തറയായ തൗഹീദിൽ നമ്മൾ പരിപൂർണമായി വിശ്വാസം വെക്കണം. അല്ലാഹു തആല നമുക്ക് ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ ഏതായാലും ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു പറയാണ്, ഈത്തിക്കാഫിരിക്കുന്ന ആൾക്കാർക്ക് ഗൗറും തഫക്കുറും ഉണ്ടാകണം, തഫക്കുർ ഉണ്ടാകണം. തഫക്കുറു സഅത്തിൻ ഖൈറു മിൻ ഇബാദത്തി സഖലൈൻ, തഫക്കുറു സഅത്തിൻ ഖൈറു മിൻ ഇബാദത്തി 60 സന. മഹത്തുക്കളൊക്കെ പഠിപ്പിച്ചതുപോലെ അല്പസമയം ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പുണ്യം കിട്ടുന്ന സംഗതികളാണ്. അപ്പൊ റബ്ബിന്റെ നിഅമത്ത് നമ്മൾ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്ത്, പ്രത്യേകിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല 100 റഹ്മത്തിൽ ഒരു റഹ്മത്ത് മാത്രമേ ഇവിടെ ഇറക്കിയിട്ടുള്ളൂ. ആ ഒരു റഹ്മത്താണ് ഇവിടെ കാണുന്ന പരസ്പരമുള്ള കിർഫകൾ, ഇവിടെ കാണുന്ന എല്ലാ പരസ്പരം സൃഷ്ടികളിലുള്ള കിർഫകൾ ആ റഹ്മത്തിന്റെ ഒരു ഭാഗമാണ്. 99 റഹ്മത്തുകൾ അല്ലാഹു തആല ആഖിറത്തിൽ മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ആഖിറത്തിൽ അല്ലാഹു തആല അത് വെളിവാക്കും. ഇവിടെ ഒന്ന് മാത്രമേ അല്ലാഹു തആല റഹ്മത്ത് ഇറക്കിയിട്ടുള്ളൂ എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. വസാലി ഇമാം റഹ്മത്തുള്ളാഹി മിൻഹാജുൽ ആബിദീൻ അത് വിശദീകരിച്ചതും കാണാം. ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹത്തുക്കൾ തന്റെ ഗ്രന്ഥങ്ങളിലെല്ലാം അത് വിശദീകരിച്ചത് കാണാം. അപ്പൊ ഏതായാലും പള്ളിയിൽ വെച്ചിട്ട് മഹാനായ ഗൗസുൽ ആദം തങ്ങൾ പറയുന്നു, അനാവശ്യമായ വാക്കുകളെ തൊട്ട് അനാവശ്യമായ പ്രവർത്തനങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇഅ്തികാഫിരിക്കുന്ന മുഅ്തകിഫ്, തദ്രീസ്, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക, അങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്യാം. മാത്രമല്ല അങ്ങനെ ചെയ്യുമ്പോൾ അത് സ്വന്തത്തിനല്ല മറ്റുള്ളവർക്കും ഉപകാരം ഉണ്ടാകല്ലോ, ലാസിമല്ല മുതഅദ്ദിയാണ് എന്ന് മഹാനായ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു പറയുകയാണ്. ദിറാസകളും ദർസുകളും എല്ലാം നടത്താം, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക, അങ്ങനെയുള്ള സൽക്രമങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്കും ഉപകാരമുള്ള സംഗതികളും ചെയ്യാം ഇഅ്തികാഫിരിക്കുന്ന ആൾ എന്ന് മഹാനായ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു കുഞ്ഞത്തിൽ പറയുകയാണ്. മാത്രമല്ല മഹാനവറുകൾ പറയുന്നു, എല്ലാ കാര്യങ്ങളും പള്ളിയോട് ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും വളരെ അതിന്റെ ബഹുമാനം, പള്ളിന്റെ ബഹുമാനവും എല്ലാം കാത്തു സൂക്ഷിച്ച് നല്ല നിലക്കായിരിക്കണം പള്ളിയിൽ ഇഅ്തികാഫിരിക്കേണ്ടത് എന്ന് മഹാനായ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗുനിയത്തുൽ ത്വാലിബി ത്വരീഖുൽ ഹഖ് 112-ാമത്തെ പേജിൽ വിശദീകരിക്കുകയാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിൽ പറഞ്ഞത് കാണാം. തുഹ്ഫത്തുൽ മുഹ്താജിൽ മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഇഅ്തികാഫ് എന്ന് പറഞ്ഞാല് ലുഗത്തൻ ലുസൂമു ശൈഇ, അതായത് ഒരു വസ്തുവിനെ നിർബന്ധമാക്കുക. മാത്രമല്ല പരിശുദ്ധ ഖുർആനും ഹദീസും ഇജ്മാഉം ഇതിന് വലിയ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് എന്നും അത് മുമ്പുള്ള ശരീഅത്തിൽ തന്നെ ഉണ്ട് എന്നും മാത്രമല്ല ഇതിന്റെ ഫർളുകൾ, ഇഅ്തികാഫിന്റെ ഫർളുകൾ 4 ഒന്ന് മുഅ്തകിഫ്, ഒന്ന് മുഅ്തകഫ് ഫീഹി വലുബുസ് വനിയത്ത്, അതായത് ഇഅ്തികാഫിരിക്കുന്ന ആള് ഇഅ്തികാഫിരിക്കുന്ന സ്ഥലം അത് പള്ളിയാകണം. തുമഅനീനത്ത്, അതിന്റെക്കാളും ഖദറിൽ താമസം ഉണ്ടാകണം, അതോടുകൂടി നിയ്യത്ത് വേണം. ഹുവ മുസ്തഹബുൻ കുല്ല വഖത്തിൻ ഇജ്മാഅൻ, എല്ലാ സമയത്തും ഇഅ്തികാഫ് സുന്നത്തുണ്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അതുപോലെ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹത്തുക്കൾ പറയുന്നു, വഹുവ ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ അഫ്ളലു മിൻഹു ഫി ഗൈരിഹാ, അതായത് പരിശുദ്ധ റമളാൻ ശരീഫിലെ അവസാനത്തെ 10കളിൽ ഇഅ്തികാഫിരിക്കാതെ മറ്റു ദിനങ്ങളിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും വലിയ മഹത്വമുണ്ട് അവസാനത്തെ 10-ൽ. ലഅന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാവമ അലൈഹി ഇലാ വഫാത്തിഹി, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്ത് ശരീഫ് വരെ അത് ദായിമായിട്ടും ഇഅ്തികാഫിൽ ഇരുന്നിട്ടുണ്ട് അവസാനത്തെ 10. അതിന് ഹിക്മത്ത് എന്താ, കാരണം എന്ത്, ലിത്വലബി ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ കിട്ടാൻ വേണ്ടിയാണ്. കാരണം ലൈലത്തുൽ ഖദ്ർ ഇബാദത്ത് എടുത്താൽ അൽ അമലു ഫീഹാ ഖൈറും മിനൽ അമലി ഫീ അൽഫി ശഹ്റിൻ ലൈസ ഫീഹാ ലൈലത്തു ഖദ്രിൻ ഫഹിയ അഫ്ളലു ലയാലിസ് സന എന്ന് മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. അതായത് ആ ലൈലത്തുൽ ഖദ്റിൽ ഇബാദത്ത് എടുത്താൽ സൽക്കർമ്മങ്ങൾ ചെയ്താൽ ബാക്കി 1000 മാസത്തിനേക്കാളും, ലൈലത്തുൽ ഖദ്റില്ലാത്ത 1000 മാസത്തേക്കാളും മഹത്വമാണ്, വർഷത്തെ ഏറ്റവും വലിയ മഹത്വമുള്ള രാത്രിയാണ് എന്നൊക്കെ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടത്തെ തുഹ്ഫയിൽ രേഖപ്പെടുത്തുകയാണ്. 3-ാം വാല്യം 509-ൽ ഏറ്റവും മഹത്വമുള്ള രാത്രി ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞത് മഹത്തുക്കളായ ഇമാം സാബി തങ്ങളും ഇമാം അബ്ദുൽ ഹമീദ് ശർവാനി തങ്ങളൊക്കെ പറഞ്ഞത് കാണാം. അത് നമ്മുടെ കാര്യത്തിൽ ഏറ്റവും മഹത്വമുള്ളത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ആ പുണ്യ രാവിനാണ് വലിയ മഹത്വമുള്ളത്. അതിന്റെ ശേഷം ലൈലത്തുൽ ഖദ്ർ, അതിന്റെ ശേഷം ലൈലത്തുൽ ഇസ്റാ, പിന്നെ ലൈലത്തുൽ അറഫ, പിന്നെ ലൈലത്തുൽ ജുമുഅ, ലൈലത്തുൽ നിസ്ഫ് മിൻ ശഅബാൻ, ബറാഅത്ത് രാവ്. ഇങ്ങനെയാണ് അതേ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്തിട്ട് ഏറ്റവും മഹത്വമുള്ള രാത്രി അത് ഇസ്രാ മിഅ്റാജിന്റെ രാവാണ്. കാരണം റബ്ബിനെ കണ്ട രാവാണ് എന്ന് ബഹുമാനപ്പെട്ട ശൈഖുൽ ഇസ്ലാം ബാജുരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഇമാം അബ്ദുൽ ഹമീദ് ശർവാനി റഹ്മത്തുള്ളാഹി അലൈഹി 509 മൂന്നാം വാല്യം 509 പേജിൽ തുഹ്ഫയിൽ രേഖപ്പെടുത്തുകയാണ്. ഹാഷിയത്ത് തുഹ്ഫയിൽ രേഖപ്പെടുത്തുകയാണ്. ഏതായാലും ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട വിഷയം ഇത്രമാത്രം. ഇഅ്തികാഫാണ് നമ്മുടെ ഈ വിഷയം. അതുകൊണ്ട് പ്രത്യേകിച്ചും ചിന്തിക്കണം. ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു ദിറാസയിൽ സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിൽ നമുക്ക് ഇഅ്തികാഫ് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇഅ്തികാഫ് എന്ന് പറയുന്നത്, ഇഅ്തികാഫ് എന്ന് പറയുന്നത് നിസ്കാരത്തില് നിർബന്ധമായ ആ തുമൈനീനത്തിന് ആവശ്യമായതിനേക്കാളും കൂടുതൽ സമയം നിയ്യത്തോടുകൂടി പള്ളിയിൽ താമസിക്കുക. അതാണ് ശർഇൽ സാങ്കേതിക തലത്തിൽ ഇഅ്തികാഫ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇഅ്തികാഫ് എല്ലാ കാലത്തും പൊതുവേ വിശുദ്ധ റമദാനിൽ പ്രത്യേകിച്ചും സുന്നത്താണ്. എപ്പോഴും സുന്നത്ത് തന്നെയാണ്. അതോടുകൂടി റമദാൻ ഷരീഫിൽ പ്രത്യേകിച്ചും സുന്നത്താണ്. റമദാനിലെ അവസാനത്തെ 10 ശക്തിയായ സുന്നത്താണത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വഫാത്ത് ഷരീഫ് വരെ റമദാനിലെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരുന്നതായി ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. പരിശുദ്ധമായിരിക്കുന്ന റമദാൻ ഷരീഫിൽ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്റില്ലാത്ത 1000 മാസത്തെ ആ സൽക്കർമ്മത്തെക്കാളും ലഭിക്കുന്ന പ്രതിഫലമുള്ളത് കൊണ്ടാണ് ആ ലൈലത്തുൽ ഖദ്റിന് ലഭിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തുഹ്ഫയിൽ പറഞ്ഞ ഒരു വിഷയം കാണാം. വൽ ജദീദു അന്നഹു ലാ യസ്ഹു ഇഅ്തികാഫുൽ മർഅതി ഫീ മസ്ജിദി ബൈതിഹാ ഹുവൽ മുഅ്തസിൽ മുഹയ്യഉ ലിസ്വലാത്തി ഫീഹി. ഇഅ്തികാഫ് ഇരിക്കണമെങ്കിൽ പള്ളി ആകൽ ശർത്താണ്. ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി തുഹ്ഫ 3-ാം വാല്യം 466-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. ഇഅ്തികാഫ് ഇരിക്കണമെങ്കിൽ പള്ളി ആകൽ ശർത്തുണ്ട്. അപ്പൊ പള്ളിയിലാണ് ഇഅ്തികാഫ് ഇരിക്കുന്നത്. എന്നാൽ സ്ത്രീകളോ നമ്മുടെ വീടുകളിൽ പള്ളിക്ക് വഖഫാക്കിയാല് ആ സ്ഥലത്ത് ഇഅ്തികാഫ് ഇരിക്കാം. പള്ളിക്ക് വഖഫാക്കുന്ന സംവിധാനങ്ങൾ ആണിയടിച്ചിട്ടും പിന്നെ പലകൊക്കെ ആണിയടിച്ചിട്ടും അല്ലെങ്കിൽ ടൈൽസ് എല്ലാം വഖഫാക്കുന്ന സംഗതികൾ, അതുപോലെ ഇന്നും ഒരുപാട് സൗകര്യങ്ങൾ പള്ളിയുമായി ബന്ധപ്പെട്ട പള്ളിയിൽ വെച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് നമുക്ക് വഖഫാക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഒരുപാട് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ പള്ളിക്ക് വഖഫാക്കിയ സ്ഥലത്തിൽ ഇഅ്തികാഫ് ഇരുന്നാല് അത് എല്ലാ പണ്ഡിതന്മാരടുക്കലും അത് ഇഅ്തികാഫിന്റെ കൂലി സ്ത്രീകൾക്ക് ലഭിക്കും. ഇഅ്തികാഫർക്ക് ഇരിക്കാൻ പറ്റും. അല്ലാതെ ഒരു പള്ളിക്ക് വേണ്ടി വഖഫാക്കാത്ത ഒരു റൂം, ഒരു വീട്ടിലെ ഒരു റൂം മാത്രമുണ്ട്, അവിടെ നിസ്കരിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയത് കൊണ്ട് അത് പള്ളിയാവൂല. കാരണം നിസ്കരിക്കാൻ വേണ്ടി നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന ആ റൂം വേണ്ടി വന്നാൽ അതിനെ ഖലാഉമാക്കാൻ പറ്റും. അവിടെ ഹൈദുള്ള സമയത്ത് നിഫാസുള്ള സമയത്ത് സ്ത്രീകൾക്ക് നിൽക്കൽ ഹറാമില്ല, താമസിക്കൽ ഹറാമില്ല. അതോടുകൂടി അവിടെ ബന്ധപ്പെടുന്നതൊന്നും വിരോധമില്ല. കാരണം നിസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വീടായതുകൊണ്ട്, റൂം ആയതുകൊണ്ട് പള്ളിയായിട്ട് വഖഫാക്കിയിട്ടില്ല. അതേ സ്ഥാനത്ത് പള്ളിയായിട്ട് വഖഫാക്കിയാൽ ഈ പറഞ്ഞ സംഗതികളെല്ലാം ഹറാമായി പോകും. അപ്പൊ അതുകൊണ്ട് നാം പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടത്, പള്ളിക്ക് വഖഫാക്കിയാല് പിന്നെ ഇഅ്തികാഫ് നിയ്യത്ത് ചെയ്തിട്ട് ഇഅ്തികാഫ് ഇരുന്നാല് എല്ലാവരുടെ അടുക്കലും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ജദീദ് അഭിപ്രായം അനുസരിച്ചും എല്ലാ നിലക്കും അത് പ്രതിഫലം ലഭിക്കുന്നതാണ്. അതേ സ്ഥാനത്ത് ഖദീമായ അഭിപ്രായം അനുസരിച്ച്, ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് റൂമിൽ മാത്രം പള്ളിയായിട്ട് വഖഫാക്കിയിട്ടില്ലെങ്കിൽ അവിടെ ഇഅ്തികാഫിന് കൂലി കിട്ടൂല എന്നാണ് ബലപ്പെട്ട അഭിപ്രായം. അതേ സ്ഥാനത്ത് ഒരു പെണ്ണ്, മസ്അലയായിട്ടല്ല വ്യാപകമായിട്ട് പറയാനല്ല, ഒരു പെണ്ണ് ഇഅ്തികാഫിന്റെ മഹത്വങ്ങളൊക്കെ ഒരേ വായിച്ചു പഠിച്ചു കേട്ടു എന്ന അവൾക്കൊരു ഇഅ്തികാഫ് നിയ്യത്ത് ചെയ്തിട്ട് ഒരു അഭിപ്രായം പിടിച്ചിട്ടുമാണെങ്കിൽ, വ്യാപകമായി പറയാനല്ല, സ്വന്തമായി ഒരു പെണ്ണിനിക്ക് ആണെങ്കിൽ ഇങ്ങനെ ഒരു അഭിപ്രായം പിടിച്ചിട്ട് ഒരു റൂമിൽ ഇഅ്തികാഫ് ഇരുന്ന് ആ ഇഅ്തികാഫ് നിയ്യത്ത് ചെയ്താൽ ചില പണ്ഡിതന്മാർ പറഞ്ഞ അടിസ്ഥാനത്തിൽ, മസ്അല ഷാഫി മദ്ഹബ് അനുസരിച്ച് ബലപ്പെട്ട അഭിപ്രായമല്ല, ആ ചില പണ്ഡിതന്മാർ പറഞ്ഞ അടിസ്ഥാനത്തിൽ വൽ ഖദീമു യസിഹു എന്ന് മഹത്തുക്കളൊക്കെ പറഞ്ഞ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ അങ്ങനെ നിയ്യത്ത് ചെയ്ത് ഇഅ്തികാഫ് ഇരിക്കാം എന്ന് നമുക്ക് പ്രത്യേകിച്ചും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പൊ ഏതായാലും ഇഅ്തികാഫ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ മഹത്വമുള്ള സംഗതികളാണ്. ഒരുപാട് ആയത്ത് ഹദീസുകളെല്ലാം ഇഅ്തികാഫിനെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇഅ്തികാഫിനെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം, വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, സൂറത്തുൽ ബഖറ 187 ആയത്ത്. അതിന്റെ ഭാഗം ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഅ്തികാഫിനെ സംബന്ധിച്ച് പറഞ്ഞു. അതോടുകൂടി ഒരു കാര്യം പറഞ്ഞു, ഇഅ്തികാഫ് ഇരുന്നിട്ട് ബന്ധപ്പെടാൻ പാടില്ല, ഭാര്യമാരോട് മുബാശറത്ത് നടത്താൻ പറ്റൂല, അതിനൊരു ഹദ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഹദ് അനുസരിച്ച് അതിനെ നിയമം പാലിച്ചുകൊണ്ടായിരിക്കണം ഇഅ്തികാഫ് ഇരിക്കേണ്ടത്. മാത്രമല്ല മറ്റൊരു സ്ഥലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജ് 25 പറഞ്ഞു, ജഅൽനാഹു ലിന്നാസി സവാഅനിൽ ആകിഫു ഫീഹി വൽ ബാദ് എന്ന് ഇഅ്തികാഫിന്റെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. മാത്രമല്ല ഇഅ്തികാഫിന് ഒരുപാട് ഫായിദകളുണ്ട്. ഇഅ്തികാഫ് നിയ്യത്തു സുന്നത്തുൽ ഇഅ്തികാഫ് എന്ന് മാത്രം കരുതിയാലും മതി. നവൈതു സുന്നത്തുൽ ഇഅ്തികാഫി ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല. ഏതായാലും ഇഅ്തികാഫിന് ഒരുപാട് ഫായിദകളുണ്ട്. പള്ളിയിലിരിക്കുമ്പോൾ ഇഅ്തികാഫിന്റെ പ്രതിഫലം, അതോടുള്ള ഒരുപാട് വെറുതെ ഇരുന്നാലും കൂലി കിട്ടുന്നു. അതോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്താലോ, ദിക്ർ, സ്വലാത്ത്, ഖുർആൻ ഓത്ത്, ഇൽമ്, അതിമ ജോലിയായാല് നൂറുൻ അല നൂർ എന്ന നിലയ്ക്ക് വലിയ മഹത്വമാണ് ലഭിക്കുക. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഅ്തികാഫിനെ സംബന്ധിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ബുഖാരി ബാബുൽ ഇഅ്തികാഫ് 1-ാം വാല്യം 271-ാമത്തെ പേജിൽ കാണാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കതീറാ തങ്ങൾ പരിശുദ്ധ റമളാൻ ശരീഫിന്റെ അവസാനത്തെ 10-ൽ ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു. മാത്രമല്ല ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, കാന യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ ഹത്താ തവഫാഹുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്ത് ശരീഫാകുന്നത് വരെ അവിടുന്ന് റമദാൻ ശരീഫിന്റെ ആദ്യത്തെ 10-ൽ ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു. അതല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, കിതാബു സിയാം ബാബുൽ മുഅ്തകിഫി യഊദുൽ മരീദ, സുനൻ അബീ ദാവൂദിലെ 2-ാം വാല്യം 492, 2473-ാമത്തെ ഹദീസ്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അസ്സുന്നത്തു അലൽ മുഅ്തകിഫി അല്ലാ യഊദ മരീദൻ വലാ യശ്ഹദു ജനാസതൻ വലാ യമുസ്സു ലിംറഅത്തിൻ വലാ യുബശ്ശിറുഹാ വലാ യഖ്റുജു ലിഹാജത്തിൻ ഇല്ലാ ലിമാ ലാ ബുദ്ദ മിൻഹു വലാ ഇഅ്തികാഫ ഇല്ലാ ലിസൗമി ഇല്ലാ ബിസൗമി വലാ ഇഅ്തികാഫ ഇല്ലാ ഫി മസ്ജിദിൻ ജാമിഇൻ. അതായത് ബഹുമാനപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്, ഇഅ്തികാഫിരിക്കുന്ന ആൾക്ക് സുന്നത്ത്, ഇഅ്തികാഫിരിക്കുമ്പോ പിന്നെ രോഗിനെ സന്ദർശിക്കാൻ പോകാൻ പറ്റൂല, ജനാസ സംബന്ധിക്കാൻ പോകാൻ പറ്റൂല, അതുപോലെ ഭാര്യനെ സ്പർശിക്കാനോ ഭാര്യയോട് മുബാശറത്ത് നടത്താനോ പറ്റൂല. അതോടുകൂടെ വളരെ വളരെ അത്യാവശ്യമായ സംഗതികൾക്ക് വേണ്ടിയല്ലാതെ അതുപോലെ മൂത്രയിക്കാനും മറ്റുള്ള വിഷയങ്ങൾക്ക് ഉളു എടുക്കാനും അങ്ങനെയുള്ള വിഷയത്തിൽ മാത്രമേ പുറത്തു പോകാൻ പറ്റുള്ളൂ. കുളിയുടെ വിഷയത്തിൽ കുറെ നിയമങ്ങളുണ്ട്. സുന്നത്ത് കുളിയായ കുളിക്ക് പോകാൻ പറ്റാത്ത സംഗതികളും ഇനി ഇഅ്തികാഫിൽ ഇസ്തിസ്ന ചെയ്താൽ പോകാൻ പറ്റുമെന്നും വിശദമായ മസ്അലകൾ ഇമാമിങ്ങൾക്ക് രേഖപ്പെടുത്തതായി കാണാം. അപ്പൊ ഈ ഹദീസിൽ പറയുന്നത് നോമ്പില്ലാതെ ഇഅ്തികാഫില്ല, അതായത് വളരെ നേർച്ചയാക്കുമ്പോൾ അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് വിശദീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ ജാമി മസ്ജിദ്, ജുമാവും കൂടി ഉള്ള പള്ളിയിലാണ് ഇഅ്തികാഫ് ഇരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു. അതായത് ഇഅ്തികാഫിന്റെ ദർജകളുണ്ട്, ഒരുപാട് വ്യത്യസ്തമായ പദവികളുണ്ട്. ഏറ്റവും വലിയ മഹത്വമുള്ളത് ഇഅ്തികാഫിരിക്കാണ് മസ്ജിദുൽ ഹറാമിലാണ് ഏറ്റവും വലിയ മഹത്വം. പിന്നെ മസ്ജിദുൽ നബവി, പിന്നെ ഉള്ളത് മസ്ജിദുൽ അഖ്സ, പിന്നെ ജാമിയ മസ്ജിദ്, അതായത് ജുമാം കൂടി ഉള്ള പള്ളി. പിന്നെ ജുമാക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. 5-ാമത്തതാണ് നിസ്കാരപ്പള്ളി, ജുമാ ഇല്ല മറ്റു നിസ്കാരം, അവിടെയും ഇഅ്തികാഫിരിക്കുക. ഇങ്ങനെ പദവികളാണ് ഇഅ്തികാഫിരിക്കുള്ളത്. ഏതായാലും ബഹുമാനപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഒരുപാട് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഅ്തികാഫിനെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം. ഇഅ്തികാഫിരിക്കും വലിയ മഹത്വങ്ങളാണ്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീർ റൂഹിൽ ബയാൻ 2-ാം വാല്യം 123-ൽ പറയുന്നു, ഒരാൾ ഒരു ദിവസം ഇഅ്തികാഫിരിക്കുകയാണെങ്കിൽ അവന്റെയും നരകത്തിന്റെ ഇടയിൽ 3 ഖന്തക്കുകൾ ഉണ്ടാകുന്ന, ഓരോ ഖന്തക്കിന്റെ ഇടയിൽ മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലെ വൈദൂരുണ്ടാവും. അത്ര നരകത്തെ തൊട്ട് അള്ളാഹുവിനെ ദൂരത്താക്കും എന്ന. മാത്രമല്ല ഇഅ്തികാഫിരിക്കുന്ന ആള് നഫ്സിനെ പാഠം പഠിപ്പിക്കുക എന്ന ഒരു ഭാഗ്യം അവനിക്ക് സിദ്ധിക്കുമെന്ന. അതോട് ദുനിയാവോടുള്ള തിരിഞ്ഞു കളയുക എന്ന ഒരു കാരണം അവനിക്ക് ലഭിക്കും. മാത്രമല്ല ഇഅ്തികാഫ് സിദ്ഖിന്റെയും ഇഖ്ലാസിന്റെയും ത്വരീഖിന്റെ 1-ാമത്തെ വാതിലാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ
സാമീപ്യം, അള്ളാഹുവിന്റെ ഖുർബ് ഇത്തികാഫിരിക്കുന്ന ആൾക്ക് കരസ്ഥമാക്കാൻ കഴിയും. മാത്രമല്ല ഒരുപാട് ദോഷങ്ങളെ തൊട്ട് വിട്ടു നിൽക്കാൻ കഴിയും. ഒരുപാട് ദോഷങ്ങളെ തൊട്ട് അവനെ രക്ഷപ്പെടാൻ അവനിക്ക് കഴിയും. മറ്റു ജനങ്ങളോടൊക്കെ കൂടിക്കലറുമ്പോൾ ഇന്നുണ്ടാകുന്ന ഒരുപാട് തെറ്റുകൾ അത് ഇല്ലാതെയാക്കാൻ ഇഅ്തികാഫിന്റെ കാരണം കൊണ്ട് സാധിക്കുമെന്ന് ഇസ്മായിൽ ഹിഖി റഹ്മത്തുള്ളാഹി തഫ്സീർ റൂഹുൽ ബയാനിൽ ഇതെല്ലാം വിശദീകരിക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ ജനങ്ങളോട് കൂടിക്കലറുമ്പോൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട ചിലപ്പോ അമലുകളൊക്കെ ധാരാളം ചിലത് ചെയ്യാൻ കഴിയുമല്ലോ. മറ്റു ഇബാദത്തുകൾ, അതായത് മറ്റു കാര്യങ്ങൾ, ഖബർ സിയാറത്ത്, ജനാസ സംബന്ധിക്കുക, മുസ്ലിമീങ്ങളോട് പരസ്പരം സംസാരിക്കുക, രോഗസന്ദർശനം, ഇങ്ങനെയുള്ള ഒരുപാട് കൂലികൾ ഇഅ്തികാഫിരിക്കുമ്പോൾ അതിനും അല്ലാഹു തആല കൂലി നൽകുമെന്നാ. ചെയ്തിട്ടില്ലെങ്കിലും ഇഅ്തികാഫ് ചെയ്തതുകൊണ്ട് ഇഅ്തികാഫിന്റെ പ്രവചനം കൊണ്ട് അതെല്ലാം അവനക്ക് കൊടുക്കും. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, വഹുവ യഅ്തകിഫു ദുനൂബ വയജ്രി ലഹു മിനൽ ഹസനാതി കഹാമിലിൽ ഹസനാതി കുല്ലിഹാ. ഇഅ്തികാഫിരിക്കുന്ന ആള് ദോഷങ്ങളെ തൊട്ട് സൂക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല അവനിക്ക് പ്രതിഫലങ്ങൾ, അവനിക്ക് കൂലികൾ, എത്ര അവൻ നന്മകൾ ചെയ്യുന്ന കൂലി കണക്കനുസരിച്ച് അല്ലാഹു തആല അവനിക്ക് കൂലി കൊടുക്കും. അവനിക്ക് അല്ലാഹു തആല എത്ര അവന് സാധാരണ ആളുകൾ കൂലി ചെയ്യുന്നു, ഇവനിക്ക് ഇഅ്തികാഫിന്റെ കാരണം കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല, ആ പ്രതിഫലവും അല്ലാഹുവിനക്ക് കൊടുക്കുമെന്ന് ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ബാബും ഫീ സവാബിൽ ഇഅ്തികാഫ് എന്ന് പറഞ്ഞ ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഇഅ്തികാഫിരിക്കുന്ന ആളെ സംബന്ധിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്. هو يعكف الذنوب ويجزى له من الحسنات كحامل الحسنات كلها. അത്ര വലിയ മഹത്വമാണ് ഇതിനുള്ളത്. അതുകൊണ്ടാണ് നാം ചിന്തിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ്, അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബാ. ഈമാൻ 70 ചില്ലാരം ശാഖകളുണ്ട്. ആ 70 ചില്ലാരം ശാഖകളിൽ 70 ചില്ലാരം എന്ന് പറഞ്ഞാൽ 77 ശാഖകളാണെന്ന് ബദ്റുദ്ദീൻ ലൈലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഉംദത്തുൽ ഖാറിൽ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ 43ാമത്തെ ആ ശാഖ, ഈമാനിന്റെ ശാഖ, ഇഅ്തികാഫും ലൈലത്തുൽ ഖദ്റിലെ ഇബാദത്തും മഹാനവറുകൾ എണ്ണിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും ലൈലത്തുൽ ഖദ്ർ, ഇഅ്തികാഫ് വലിയ മഹത്വമുള്ളതാണ്. വലിയ മഹത്വങ്ങൾ ഇഅ്തികാഫിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് അതിന്റെ മഹത്വങ്ങൾ പഠിപ്പിച്ചു. മനിത്തഖഫ അശറൻ ഫീ റമളാന കാന കഹജ്ജതൈനി വഉംറതൈൻ. ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് അത്തർഗീബ് വത്തർഹീബിൽ കാണാം. അതുപോലെ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് ഒരുപാട് മുഹദ്ദിസീങ്ങൾ തന്റെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഹജ്ജിന്റെയും ഒരു ഉംറയുടെയും പ്രതിഫലം അള്ളാഹുവിനക്ക് കൊടുക്കുന്നതാണ്. ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ പരിശുദ്ധ റമളാൻ ശരീഫിന്റെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരുന്നാല് അവനിക്ക് 2 ഹജ്ജിന്റെയും 2 ഉംറയുടെ പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് അത്തർഗീബ് തർഹീബ് 2ാം വാല്യം 149ാമത്തെ പേജിൽ. അതുപോലെ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി ശുഅബുൽ ഈമാൻ ബാബും ഫിൽ ഇഅ്തികാഫ് 3966, അതായത് 3ാം വാല്യം 425 പറയുന്നു. ഈ 2 ഹദീസും ഈ പറഞ്ഞ 3 ഹദീസുകളും ബഹുമാനപ്പെട്ട ശൈഖുൽ മശായിഖ് സദുർ ശരിയ അല്ലാമ അംജദ് അലി ആലമി റഹ്മത്തുള്ളാഹി അലൈഹി, സദുർ ശരിയ അല്ലാമ അംജദ് അലിയുൽ ആലമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ബഹാറു ശരീഅത്തിന്റെ 1ാം വാല്യം 5ാമത്തെ ജുസ് 1020ാമത്തെ പേജിൽ പറയാണ്. സദുർ ശരിയ റഹിമത്തുള്ളാഹിയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരികയാണ്. ബഹുമാനപ്പെട്ട സദുർ ശരിയ അല്ലാമ അംജദ് അലി ആസമി റഹ്മത്തുള്ളാഹി ഈ മഹത്തായ ബഹാറു ശരീഅത്ത് എന്ന ഗ്രന്ഥം, ആ മഹത്തായ ഗ്രന്ഥം മഹാനവറുകൾ എഴുതിയത് റമളാൻ ഷരീഫിന്റെ അവസാനത്തെ 10 ഇഅ്തികാഫിലാണ് അധികവും എഴുതിയിട്ടുള്ളത്. മാത്രമല്ല ബഹുമാനപ്പെട്ട സദുർ ശരിയ അല്ലാമ അംജദ് അലി ആലമി റഹ്മത്തുള്ളാഹിയുടെ ഹദ്റത്തിലേക്ക് ബഹുമാനപ്പെട്ട ശൈഖുന ബഹറുൽ മുഫ്തി അബ്ദുൽ മന്നാൻ ആലമി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ വന്നു. സദുർ ശരിയ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ അനുസ്മരണം, ജീവിത ചരിത്രം, അവർ ദർസ് നടത്തിയതെല്ലാം, ഖിദ്മത്തുകൾ ചെയ്ത സ്ഥലങ്ങളെല്ലാം വിവരിച്ചുകൊണ്ട് ഒന്ന് കേട്ട് അത് എഴുതണമെന്ന തീരുമാനത്തിലാണ് ബഹുമാനപ്പെട്ട ബഹറുൽ ഉസ്താദ് വന്ന് മഹാനായ സദുർ ശരിയ റഹ്മത്തുള്ളാഹി അലൈഹിനെ അതിനു വേണ്ടി തന്നെ മുബാറക്പുറത്തിൽ നിന്ന് യാത്ര ചെയ്തു വന്നിരുന്നു പഠിക്കുന്ന കാലം. ആ സമയത്ത് സദുർ ശരിയ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന്
എന്റെ മദ്ഹൊന്നും എഴുതണ്ട എന്ന് അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്റെ ചരിത്രമൊന്നും എഴുതണ്ട, മറ്റുള്ള മഹാന്മാരുടെ എഴുതലാണെന്ന് പ്രേരിപ്പിച്ചു. പക്ഷേ ബഹ്റുൽ ഉസ്താദ് പറഞ്ഞു ഞാൻ ഇതിനു വേണ്ടി തന്നെ ദീർഘയാത്ര ചെയ്തു വന്നു എന്നൊക്കെ പറഞ്ഞു. അവസാനം സദുർ ശരിയ റഹ്മത്തുള്ളാഹി പറയേണ്ടി വന്നു. കുറച്ച് സമയം ഇങ്ങനെ പറഞ്ഞു, അല്പാൽപമായി പറഞ്ഞു. റമദാൻ ഷരീഫ് 20 ആയപ്പോൾ സദുർ ശരിയ റഹ്മത്തുള്ളാഹി പറയാണ് ഇത് മതി, അത്ര മതി, ഇനിയിപ്പോ അയിമ കൂടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് റമദാൻ 20 അന്ന് വൈകുന്നേരം ഇതാ 10 ദിവസത്തെ ഇഅ്തികാഫിരിക്കാൻ വേണ്ടി ഇതാ പള്ളിയിലേക്ക് പോവുകയാണ്. ഇഅ്തികാഫ് ഇരുന്നിട്ട് ഇനി ഈ മൗലൂദൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സദുർ ശരിയ റഹ്മത്തുള്ളാഹി അലൈഹി ഇതാ ധാരാളം ഇബാദത്ത് എടുക്കാൻ. അതോടുകൂടി ആ അവസാനത്തെ 10 അധികവും ബഹാറു ശരീഅത്ത് തസ്നീഫ് മഹാനാ സദുർ ശരിയ അല്ലാമ അംജദ് അഅ്ലമി റഹ്മത്തുള്ളാഹി നടത്തിയിട്ടുള്ളത് എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുപോലെ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആരെങ്കിലും ഇത്തികാഫിരിക്കുന്ന ഇത്തികാഫിരുന്നോളൂ എന്നൊക്കെ പഠിപ്പിക്കുകയും മനിയത്തകഫ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി അസ്സ വജൽ ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി സലാസത ഖനാദീഖ്. അതായത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഇഅ്തികാഫിരിക്കുകയാണെങ്കിൽ അള്ളാഹു അവന്റെയും നരകത്തിന്റെ ഇടയിൽ 3 ഖന്ദഖുകൾ, അത്ര ആകാശഭൂമിന്റെ ഇടയിൽ വ്യത്യാസമുള്ള വൈദൂരമുള്ള അത്ര ഖന്ദഖുകൾ അള്ളാഹു തആല അവന്റെ ഇടയിലും നരകത്തിന്റെ ഇടയിൽ ഉണ്ടാക്കുമെന്ന് ബഹുമാനപ്പെട്ട ഹാഫിള് മുത്തഖി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കൻസുലുമാൻ 4-ാം വാല്യം 312-ാമത്തെ പേജിൽ പറയുകയാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ ഇഅ്തികാഫിരുന്ന വലിയ വലിയ സംഭവങ്ങൾ ഹദീസുകളിലൊക്കെ ധാരാളം നമുക്ക് കാണാൻ കഴിയും. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ 10 ഇഅ്തികാഫിരുന്നു. ആ ഇഅ്തികാഫിന് വേണ്ടി കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅ്തകിഫു ഫിൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ ഫകുന്തു അദ്രിബു ലഹു ഖിബാഅ ഫയുസല്ലി സുബ്ഹ സുമ്മ യദ്ഖുലുഹു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ട് കാണാം റമളാൻ ഷരീഫിന്റെ അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഅ്തികാഫിരിക്കുമ്പോൾ പള്ളിന്റെ ഒരു ഭാഗത്ത് ടെന്റ് നിർമ്മിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ ആ ടെന്റിൽ പ്രവേശിക്കുമെന്നും അങ്ങനെ ഒരുപാട് ടെന്റുകളെ സംബന്ധിച്ച് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി 1892-ാമത്തെ പേജിൽ പറയുകയാണ്. അതിൽ നിന്ന് ഇത് വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫത്ഹുൽ ബാരി 6-ാം വാല്യം 323-ാമത്തെ പേജിൽ പറയുന്നു വഫീഹി ജവാസു ദർബിൽ അഖ്ബിഅത്തി ഫിൽ മസ്ജിദി. അതായത് പള്ളിയിൽ ടെന്റ് ഖൈമ ഉണ്ടാക്കുക, അത് സ്ഥാപിക്കാം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതിന്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതെല്ലാം വിശദീകരിച്ചുകൊണ്ട് മുല്ലാലിൽ ഖാരി റഹ്മത്തുള്ളാഹി അവിടുത്തെ മിർഖാത്തുൽ മഫാത്തിൽ പറയാണ് യുസ്തഹബു ലിന്നിസാഇ യഅ്തകിഫ്ന ഫീ മകാനിഹിന്ന. പെണ്ണുങ്ങൾ അവരുടെ വീടുകളിൽ, അതായത് വഖഫ് ചെയ്യപ്പെട്ട വീടുകൾ ശാഫി മദ്ഹബ് അനുസരിച്ച് ഏതായാലും ആ സ്ഥലത്തിൽ ഇഅ്തികാഫിരിക്കട്ടെ എന്നത് പുണ്യകർമ്മമാണ് എന്ന് മുല്ലാൽ ഖാരി റഹ്മത്തുള്ളാഹി മിർഖാത്തിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇഅ്തികാഫിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ മഹത്വമുള്ളതാണ്, ഒരുപാട് പ്രതിഫലം ലഭിക്കുന്നതാണ്. ഇത്രയൊക്കെ മഹത്വം ഇഅ്തികാഫിനുണ്ട്. ഇനി ഇഅ്തികാഫിന് വേറൊന്നും മഹത്വമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ 10 വഫാത്ത് ഷരീഫിലെ ഇഅ്തികാഫ് ഇരുന്നു എന്ന് പറഞ്ഞത് തന്നെ ആശിഖീങ്ങൾക്ക് മതി. ബഹുമാനപ്പെട്ട സുഹരി ഇമാം റളിയല്ലാഹു അൻഹു ശിഹാബുദ്ദീൻ സുഹരി തങ്ങൾ പറയുന്നു അജബം മിനൻ നാസി കൈഫ തറകുൽ ഇഅ്തികാഫ വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു തആല അലൈഹി വസല്ലമ കാന യഫ്അലു ശൈഅ വയത്റുകുഹു വമാ തറകൽ ഇഅ്തികാഫ ഹത്താ ഖുബിള. സുഹരി ഇമാം തങ്ങൾ പറയുന്നു അത്ഭുതകരമാണ് ജനങ്ങളുടെ കാര്യത്തിൽ. എന്തിനാണ് ഇഅ്തികാഫ് ഉപേക്ഷിക്കുന്നത്? ആളുകൾ എന്തിനാണ് ഇഅ്തികാഫ് ഉപേക്ഷിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നു, പിന്നെ ഉപേക്ഷിക്കുന്നു. എന്നാൽ ഇഅ്തികാഫ് എന്ന് പറയുന്ന പുണ്യകർമ്മം അവിടുന്ന് വഫാത്ത് ഷരീഫ് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഅ്തികാഫ് ഉപേക്ഷിച്ചിട്ടില്ല. പിന്നെ ജനങ്ങൾ എന്തിനാണ് ഇഅ്തികാഫ് ഉപേക്ഷിക്കുന്നത് എന്ന് ശിഹാബുദ്ദീൻ സുഹരി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അവിടെ അത് തന്നെയാണ് അതാ റളിയല്ലാഹു അൻഹു പറഞ്ഞത് മസലുൽ മുഅ്തകിഫി കമസലി റജുലിൻ ലഹു ഹാജത്തുൻ ഇലാ അളീമിൻ ഫയജ്ലിസു അലാ ബാബിഹി വയഖൂലു ലാ അബ്റാഹു ഹത്താ തഖ്ദിയ ഹാജതി വൽ മുഅ്തകിഫു യജ്ലിസു ഫീ ബൈത്തില്ലാഹി തആല വയഖൂലു ലാ അബ്റഹു
അല്ലാഹു ഹത്താ യഗ്ഫിറ ലി ഫഹുവ അശ്റഫുൽ അഅമാൽ ഇദാ കാന അൻ ഇഖ്ലാസ്. അതായത് അതാഉൽ ഖുറാസാനി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇഗ്തികാഫിരിക്കുന്ന മനുഷ്യന്റെ ഉദാഹരണം ഒരു ധർമ്മിഷ്ഠന്റെ വാതിലടുക്കൽ പോയി ഇരിക്കുന്ന പോലെയാണ്. ഏതുപോലെ? ഇഗ്തികാഫിരിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ വീടിൽ ഇരിക്കുന്നു, എനിക്ക് മഗ്ഫിറത്ത് ലഭിക്കുന്നത് വരെ ഞാൻ ഇവിടെ തന്നെയാണ് എന്ന ചിന്തയിലാണ് ഇരിക്കുന്നത്. അത് ഇഖ്ലാസോടിക്കുകയാണെങ്കിൽ അത് അഷ്റഫുൽ അഅമാലാണ്, പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ളതാണെന്ന് ബഹുമാനപ്പെട്ട കഅസാനി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ബദാഇസ്സനായി 2-ാം വാല്യം 273, അതുപോലെ അൽ മബ്സൂത്ത് ബാബുൽ ഇഅ്തികാഫ് 1-ാം വാല്യം 354, അതുപോലെ റൂഹുൽ ബയാൻ മറ്റു ഗ്രന്ഥങ്ങളെല്ലാം ഇത് പറഞ്ഞത് കാണാം. അപ്പൊ ഏതായാലും ഇത്രയെല്ലാം മഹത്വമുണ്ട്. അതൊന്നും മഹത്വമില്ലെങ്കിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഅ്തികാഫിരുന്നു, അതന്നെ ആശിഖീങ്ങൾക്ക് മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വഫാത്ത് ശരീഫിലെ ഇഅ്തികാഫ് ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് തന്നെ മതി. നമ്മുടെ മുൻഗാമികൾ ഇത്തിബാഉസ് സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തിബാ ചെയ്യുന്ന വിഷയത്തിൽ വളരെ കൂടുതൽ ശ്രദ്ധിക്കുമായിരുന്നു. മുത്തബിയുസ് സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ശിഫ 2-ാം വാല്യം 15-ാമത്തെ പേജിൽ പറയുകയാണ്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്ത് ചെയ്തു അതെല്ലാം ഇത്തിബാ ചെയ്യുന്ന ഒരു മഹാനാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം ഒരു സ്ഥലത്ത് ഒരു ഒട്ടകത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ട ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചോദിച്ചു, എന്താണ് ഇവിടെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്? ആ സമയത്ത് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്ഥലത്ത് വന്നപ്പോൾ ഒട്ടകത്തിനിങ്ങനെ ചുറ്റിയിരുന്നു, അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യുന്നു. ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ശിഫയിൽ 2-ാം വാല്യം 15-ാമത്തെ പേജിൽ പറയുകയാണ്. അതുപോലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു പ്രാവശ്യം കുതിരപ്പുറത്ത് കയറുമ്പോൾ ആദ്യം സുബ്ഹാനല്ലദി ബിസ്മില്ലാഹി പറഞ്ഞുകൊണ്ട് തക്ബീർ ചൊല്ലിക്കൊണ്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ ചൊല്ലിക്കൊണ്ട് സുബ്ഹാനല്ലദി സഖറൽനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുഞ്ചിരിക്കുകയാണ്. ഖാദിമ് അടിമ ചോദിച്ചു, എന്തിനാ നിങ്ങൾ പുഞ്ചിരിച്ചത്? ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ കുതിരപ്പുറത്ത് കയറിക്കൊണ്ട് ഇതൊക്കെ ചെല്ലിട്ട് പുഞ്ചിരിച്ചിരുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാണ് പുഞ്ചിരിച്ചത്? ഇത് ചെല്ലുമ്പോൾ റബ്ബ് ഇഷ്ടപ്പെടുമല്ലോ, എന്റെ അടിമകൾക്കറിയാം ഞാൻ തന്നെയാണ് ദോഷം മാഫാക്കുന്നവൻ എന്നല്ലക്ക് എന്നോട് മാപ്പ് ചോദിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു, അത് ചിന്തിച്ചുകൊണ്ട് ഞാൻ പുഞ്ചിരിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിക്കുന്നത് കണ്ടപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചത് കൊണ്ട് ഞാൻ പുഞ്ചിരിക്കുന്നു എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് മിഷ്കാത്തുൽ മസാബിഹിൽ ഖതീബ് തിബ്രീസി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ രേഖപ്പെടുത്തുകയാണ്. നാം ചിന്തിക്കേണ്ടതുണ്ട്, ഇഅ്തികാഫ് എന്ന് പറയുന്നത് വലിയ മഹത്വമുള്ള സംഗതികൾ. മുൻഗാമികൾ പോലും ഇഅ്തികാഫിനെ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ മുൻഗാമികൾ ഇഅ്തികാഫില് റുകൂഉം സുജൂദില്ലാത്ത നിസ്കാരങ്ങളാണ് എന്ന് നൂറുൽ ഇർഫാൻ 29-ാമത് പേജിൽ കാണാം. ഏതായാലും ഈ പള്ളിയുടെ ഇഅ്തികാഫിന് വേണ്ടി കഅബനെ ക്ലീനാക്കാൻ പറയുമ്പോൾ അതുപോലെ നാം നമ്മുടെ പള്ളികൾ, അള്ളാഹുവിന്റെ വീടുകൾ, ഇബാദത്ത് ചെയ്യുന്നവർക്ക്, ദർസിന്റെ ആളുകൾക്ക്, തഅല്ലുമിന്റെ ആളുകൾക്ക്, സുജൂദ് ചെയ്യുന്ന ഇഅ്തികാഫിരിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടി പള്ളികൾ എപ്പോഴും വൃത്തിയാക്കണമെന്ന്, നമ്മുടെ പള്ളികൾ എപ്പോഴും വൃത്തിയാക്കേണ്ടതുണ്ട്. മാത്രമല്ല പള്ളികളിൽ നിന്ന് കച്ചറകൾ എടുക്കുന്നത് അത് ഹൂർലിങ്ങളുടെ മഹറാണ് എന്ന് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീർ റൂഹുൽ ബയാൻ നേരത്തെ പറഞ്ഞ ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി തൊട്ട് മുഹൂറുൽ ഹൂറിൽ ഈൻ കൻസുൽ മസാജിദി വ ഇമാറത്തുഹാ എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ അതുകൊണ്ട് പള്ളികളുടെ കച്ചറകളൊക്കെ എടുക്കുക, പള്ളിപ്പരിപാലനം, അതെല്ലാം ഹൂർലിങ്ങളെ മഹറുകളാണ്. മറ്റു ഇമാം ഇബ്നു അബീ ദുനിയ റളിയല്ലാഹു അൻഹു പഠിച്ചത് മറ്റൊരു ഹദീസിൽ ഹൂർലിങ്ങളെ മഹറുകൾ തൂലു തഹജ്ജുദ് നീട്ടി നിസ്കരിക്കണമെന്നും മാത്രമല്ല പറഞ്ഞത് കാണാം. ആദ്യകാലം മനുഷ്യത്വത്തിൽപ്പെട്ടതാണ്. നാട്ടിലാകുമ്പോൾ 3, അതുപോലെ യാത്രയിലാകുമ്പോൾ 3. നാട്ടിലാകുമ്പോൾ ഫത്തിലാവത്തു കിതാബില്ലാഹി വ ഇമാറത്തു മസ്ജിദില്ലാഹി വത്തിഖാദുൽ ഇഖ്വാൻ ഫില്ലാഹ്, അതായത് അല്ലാഹുവിന്റെ ഖുർആൻ, അല്ലാഹുവിന്റെ കിതാബ് ഓതുക, അല്ലാഹുവിന്റെ വീട് പരിപാലിക്കുക, അതുപോലെ അല്ലാഹുവിന് വേണ്ടി സഹോദരങ്ങൾ ഉണ്ടാക്കുക, അള്ളാഹുവിന് വേണ്ടി സുഹൃത്തുക്കൾ ഉണ്ടാക്കുക, അള്ളാഹുവിന് വേണ്ടി സ്നേഹമുള്ള മുഹിബ്ബീങ്ങൾ ഉണ്ടാക്കുക. അതോടുകൂടി യാത്രയിൽ 3 കാര്യം: ഭക്ഷണം ചെലവാക്കുക, സമ്പത്ത് ചെലവാക്കുക, അതുപോലെ സൽസ്വഭാവം, അതോടുകൂടെ വൽ മിസാഹു ഫീ ഗൈരി മആസില്ലാഹ്,
അള്ളാഹുവിനിക്ക് മാറ് കാണിക്കാതെ ദോഷമല്ലാത്ത വിധത്തിൽ, തെറ്റുകളല്ലാത്ത വിധത്തിൽ തമാശ പറയുക, അതെല്ലാം യാത്രയിലുണ്ടാകുന്ന മനുഷ്യത്വമാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് എന്ന സൂറത്തു തൗബയുടെ 18-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് 509-ാമത്തെ പേജിൽ വിശദീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് പള്ളിയുടെ എല്ലാ ആദാബ് പാലിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ ഇഅ്തികാഫ് വലിയ പ്രാധാന്യം മഹാന്മാരൊക്കെ പറഞ്ഞു. ഇഅ്തികാഫിന് ഒരുപാട് മഹത്വങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാമീപ്യം കരസ്ഥമാക്കാൻ എല്ലാം വലിയ ഒരു പുണ്യകർമ്മമാണ്. ഇഅ്തികാഫ് ഒരു ദിവസമെങ്കിലും ഇഅ്തികാഫ് ഇരിക്കുക എന്ന് പറഞ്ഞ വലിയ മഹത്വമാണ്. ബഹുമാനപ്പെട്ട ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുഅ്ജമുൽ ഔസത്തിൽ 5-ാം വാല്യം 279-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരു ദിവസം ഇഅ്തികാഫ് ഇരുന്നാൽ, നേരത്തെ പറഞ്ഞതുപോലെ 3 ഖന്ദഖ് അതുപോലത്തെ ഒരുപാട് മഹത്വങ്ങളൊക്കെ പറഞ്ഞത് കാണാം. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ജാമിഉ സ്വഗീർ 516-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. 848-ാമത്തെ ഹദീസിൽ അതായത് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ യതഖഫ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദം മിൻ ദംബിഹി. ഒരാൾ ഈമാനോടുകൂടെ ഇഹ്തിസാബോടുകൂടെ, ഈമാനും ഇഹ്തിസാബ്, ഈമാനും വഹ്തിസാബ, മൻ ഖാമ റമളാന ഈമാനും വഹ്തിസാബ, മൻ സാമ റമളാന ഈമാനും വഹ്തിസാബ. എല്ലാ സ്ഥലത്തും ഈമാനും ഇഹ്തിസാബ് ഷർത്താണ്. അതാണ് ഇമാമുൽ ഹുദ അബുൽ ഇത്തി സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ അവിടുത്തെ തംബീഹുൽ ഗാഫിലിൽ പറഞ്ഞത്, ഫഖദ് ഇസ്തറത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സിയാമിൻ നഹാർ വ ഖിയാമിൽ ലൈലി അൽ ഈമാന വൽ ഇഹ്തിസാബ. നോമ്പായാലും തറാവി ആയാലും ഇഅ്തികാഫ് ആയാലും എവിടെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷർത്ത് പറയുന്നത് ഈമാൻ ഇഹ്തിസാബ്. ഈമാനുണ്ട്, ഇഹ്തിസാബ് ഉണ്ട്, എന്നാലാണ് പ്രതിഫലം ഉണ്ടാകുക. ഈമാനും ഇഹ്തിസാബ് ഇല്ലെങ്കിൽ കൂലി ഉണ്ടാവില്ല. ഈമാൻ തന്നെ ഇല്ലെങ്കിൽ പിന്നെ ഒരു പ്രതിഫലം ഉണ്ടാവില്ല. എല്ലാം നഷ്ടപ്പെട്ടു. അല്ലാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തെരുമാറാകട്ടെ. ഇഹ്തിസാബ്, അതായത് ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് ഉണ്ടെങ്കിലേ കൂലി കിട്ടുള്ളൂ. അതോടുകൂടെ അവനിക്ക് ഖൗഫും റജാ രണ്ടും വേണം. അല്ലാഹു എന്റെ ഇബാദത്ത് സ്വീകരിച്ചിട്ടുണ്ടോ എന്നൊരു പേടിയും, അതോടുകൂടെ അല്ലാഹുവിന്റെ റഹ്മത്ത് ആശയമുറിക്കാതെ അള്ളാഹുവിന്റെ ഇബാദത്ത് അവന്റെ റഹ്മത്ത് കൊണ്ട് സ്വീകരിക്കാം എന്നൊരു ചിന്തയും ഉണ്ടാകണമെന്ന് ഇമാമുൽ ഹുദ അബുൽ ഇത്തി സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി തംബീഹുൽ ഗാഫിലിൽ വിശദീകരിക്കുകയാണ്. ഏതായാലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഅ്തികാഫിരുന്ന ആ പുണ്യസ്ഥലം നാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ 10-ൽ ഇഅ്തികാഫിരുന്ന സ്ഥലം എനിക്ക് കാണിച്ചു തന്നു. ഇവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഅ്തികാഫ് ഇരുന്നിരുന്നത് എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു 1171-ാമത്തെ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത് കാണാം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാസം മുഴുവനും നോമ്പ് നിശ്ചയിച്ചതായിട്ടും ഇമാം മുസ്ലിം തങ്ങൾ 594-ാമത്തെ ഹദീസിൽ ഒരു സ്ഥലത്ത് 594-ാമത്തെ പേജ് 1167-ാമത്തെ ഹദീസിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം 20 ദിവസം ഇഅ്തികാഫ് ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ലൈലത്തുൽ ഖദ്ർ തേടിക്കൊണ്ടാണ്, തെരഞ്ഞുകൊണ്ടാണ്, അതിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് റമളാന്റെ ആദ്യത്തെ 10 ഇരുന്നത്. പിന്നെ മധ്യത്തിലെ 10 ഇപ്പോൾ എനിക്ക് അറിയിക്കപ്പെട്ടിരിക്കുന്നു അവസാനത്തെ 10-ലാണ് ഇഅ്തികാഫ് ലൈലത്തുൽ ഖദ്ർ ഉള്ളത്. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഈ അവസാനത്തെ 10-ൽ എന്റെ കൂടെ ഇഅ്തികാഫ് ഇരുന്നോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു തൊട്ട് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു തുർക്കിയുടെ ടെന്റ് ഖൈമ, അതിന്റെ ഉള്ളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തെ 10 ഇഅ്തികാഫ് ഇരുന്നു. എന്നിട്ട് മധ്യത്തിലെ 10 പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഓ ജനങ്ങളെ, ഞാൻ ആദ്യത്തെ 10 ഇഅ്തികാഫ് ഇരുന്നു ലൈലത്തുൽ ഖദ്ർ തേടാൻ വേണ്ടി. അതേ ഉദ്ദേശത്തിൽ രണ്ടാമത്തെ 10-ലും, എന്നാൽ എനിക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അറിയിക്കപ്പെട്ടിരിക്കുന്നു ലൈലത്തുൽ ഖദ്ർ അവസാനത്തെ 10-ലാണ്. അതുകൊണ്ട് ആരെങ്കിലും ഇഅ്തികാഫ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നവരെങ്കിൽ അവർ എന്റെ കൂടെ ഇഅ്തികാഫ് ഇരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസമാണ് വെളിവാക്കിയിരുന്നു, പിന്നെ അതിന് മറക്കപ്പെട്ടു. അതെല്ലാം അള്ളാഹുവിന്റെ ഒരുപാട് ഹിക്മത്ത് കൊണ്ട് മറക്കപ്പെട്ടതിലെല്ലാം ഏതായാലും ഇപ്പൊ വിശദീകരിക്കുന്നില്ല. അത് ലൈലത്തുൽ ഖദ്ർ അദ്റാസി നമുക്ക് വിശദീകരിക്കാം. ഏതായാലും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈലത്തുൽ ഖദ്ർ ആ സമയത്ത് ഞാൻ സുജൂദിൽ ചെയ്യുന്നതായിട്ടും
ഒരു കളിമണ്ണിൽ സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ സുബ്ഹാന ജല്ല ജലാലുഹു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്റിനെ തേടുക എന്ന് അതിനെ ഉദ്ദേശിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ്, അതേ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ രാത്രി ശക്തിയായ മഴ വന്നു. ഇതാ പള്ളിക്ക് മുകളിൽ മേൽപ്പുറയിൽ നിന്ന് വെള്ളം ഇങ്ങനെ മഴവെള്ളം വന്നിരുന്നു. അങ്ങനെ 21-ാം രാവിലെ സുബഹിക്ക് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറാ തങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നെറ്റിലെല്ലാം കളിമണ്ണിന്റെ അടയാളം ഉണ്ടായിരുന്നു. അത് റമദാൻ 21-ാം രാവായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഇമാം ഖതീബ് തിബിരീസി തങ്ങൾ അവിടുത്തെ മിഷ്കാത്ത് 1-ാം വാല്യം 392-ാമത്തെ പേജിൽ അത് വിശദീകരിച്ച് പറഞ്ഞതും കാണാം. അപ്പൊ ഏതായാലും 21-ാം രാവ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ലൈലത്തുൽ ഖദ്ർ ഉണ്ടാകാൻ പ്രതീക്ഷ ഉള്ളത് 21-ാം രാവ് എന്ന് ഇമാം ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ 23-ാം രാവ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് തുഹ്ഫയിലും അതുപോലെ ദഖായിറുൽ ഇഖ്വാൻ ഫി മവാഇദ് ശഹ്ർ റമദാൻ പോലത്തെ ഗ്രന്ഥങ്ങൾ പറഞ്ഞത് കാണാം. ഏതായാലും ഈ അവസാനത്തെ ഒറ്റ രാത്രികളിൽ ലൈലത്തുൽ ഖദ്ർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഒരുപാട് മഹത്തുക്കൾ പറഞ്ഞത് 27-ാം രാവ്, അങ്ങനെ ഓരോ രാവുകളെ സംബന്ധിച്ച് പറഞ്ഞത്. ഏതായാലും ഇഅ്തികാഫ് നമ്മൾ അവസാന 10 മുഈബനം റബ്ബിന്റെ റഹ്മത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം കരസ്ഥമാക്കാൻ, നമ്മുടെ ദോഷങ്ങളൊക്കെ മാഫാക്കാൻ അത് പ്രത്യേകിച്ചും നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും ഇഅ്തികാഫ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ മഹത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹത്തുക്കളൊക്കെ പഠിപ്പിച്ചത്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ആരെങ്കിലും ഇഅ്തികാഫ് ഇരിക്കുകയാണെങ്കിൽ ആ ആള് എവിടേക്കെങ്കിലും പോയാലും മലായികത്ത് തെരഞ്ഞു നടക്കുന്നതാണ്. അത്രക്കും വലിയ മഹത്വമാണ് ഇഅ്തികാഫിനുള്ളത്. അതുപോലെ ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹനഫി മസ്ലക്ക് അനുസരിച്ച് ഇഅ്തികാഫ് 3 വിധം നേർച്ചയാക്കപ്പെട്ടാൽ നിർബന്ധം, നമുക്കും അങ്ങനെ തന്നെ. അതോടുകൂടെ സുന്നത്ത് കിഫായ ആയിരിക്കുന്ന ഒരു ഇഅ്തികാഫ്, റമദാൻ ഷരീഫിന്റെ അവസാനത്തെ 10ന്റെ ഇഅ്തികാഫ്, അത് നാട്ടിൽ ആരും ഇഅ്തികാഫ് ഇരുന്നിട്ടില്ലെങ്കിൽ നാട്ടുകാർ മുഴുവനും കുറ്റത്തിലാകും എന്നതാണ് ഹനഫി മദ്ഹബിലുള്ളത്. അതാണ് നമ്മൾ എല്ലാ പള്ളികളിലും ഇവിടെ കാണുന്നത്. എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാം. ഹനഫി പള്ളികളിൽ കുറെ ആളുകൾ ഇഅ്തികാഫ് അവസാനത്തെ 10 വീട്ടിലേക്കൊന്നും പോകാതെ പള്ളിയിൽ ഫുള്ളായിട്ട് ഇരുന്ന് ഇഅ്തികാഫ് ഇരിക്കാറുണ്ട്. ഒരാളെങ്കിലും ഇരിക്കണം, അല്ലെങ്കിൽ നാട്ടുകാർ മുഴുവനും കുറ്റത്തിലാണ് ഹനഫി മസ്ലക്ക് അനുസരിച്ച്. എന്നാൽ ഷാഫി മസ്ലക്ക് അനുസരിച്ച് ആ വിധത്തിലില്ലെങ്കിലും നമ്മൾ ഇഅ്തികാഫിന് വലിയ പ്രാധാന്യം കാണണം. പറ്റുന്ന സമയങ്ങളെല്ലാം പള്ളിയിൽ പോയി ഇഅ്തികാഫ് ഇരിക്കണം, ഇഅ്തികാഫ് അധികരിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇത്ര മഹത്വമേറിയ, അതുപോലെ ഇശാമകളുടെ ഇടയിൽ ഇഅ്തികാഫ് ഇരുന്നാലും ഒരുപാട് പ്രതിഫലം കശ്ഫുൽ ഹുമ്മയിലൊക്കെ കാണാം. അതോടുകൂടെ ഒരു ദിവസം ഇഅ്തികാഫ് ഇരുന്നാൽ ഒരുപാട്, കാരണം ഒന്നും നമ്മൾ നന്മൊന്നും ചെയ്തിട്ടില്ലെങ്കിലും പ്രതിഫലം കിട്ടുകൊണ്ടിരിക്കും. പ്രത്യേകിച്ചും പള്ളിയുടെ ഇഅ്തികാഫ്. സയ്യിദ് മുസയ്യിബ് റളിയല്ലാഹു അൻഹു എപ്പോഴും പള്ളിയിലിരിക്കുമ്പോ ജനാസ ഉണ്ടായാൽ ചോദിക്കും, എന്തെങ്കിലും ജനാസക്ക് പോകുന്നില്ലേ? എനിക്ക് ജനാസയിൽ സംബന്ധിക്കുന്നേക്കാളും പള്ളിയിലിരിക്കലാണ് എനിക്ക് ഇഷ്ടമുള്ളതെന്ന് സഈദ് മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ഖുർത്തുബി തങ്ങൾ അൽ ജാമിഉൽ അഹ്കാമിൽ ഖുർആനിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ എത്രക്കും മഹത്വമേറിയതാണ് പള്ളിയിലിരിക്കുക എന്ന് പറഞ്ഞാൽ. അതേ സ്ഥാനത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരുപാട് ആലിമീങ്ങൾ, സാദാത്യങ്ങൾ ഇതാ ലോകത്തിന്റെ നാനാഭാഗത്ത് സ്ഥാപനങ്ങളും മറ്റും ആവശ്യത്തിന് വേണ്ടി ഇതാ അവസാനത്തെ 10നും ഒരുപാട് സ്ഥലങ്ങളിൽ പോകാറുണ്ട്. ഇവിടെ നാം ഒരുപാട് കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. അവർ നിസ്സാരപ്പെടുത്താൻ പാടില്ല. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് സലാം പറഞ്ഞു. എന്നിട്ട് വലിയ വിഷമം, ടെൻഷൻ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇളാപ്പാന്റെ മോനെ, ഞാൻ ഇങ്ങനെയുള്ള വിഷമത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഗത്തേക്ക്, അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഖബർ ഷരീഫിന്റെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് കടം വീട്ടാൻ കഴിയുന്നില്ല, ഹത്ത് വീട്ടാൻ എനിക്ക് കഴിവില്ലാത്തതിന്റെ പേരിൽ ഞാൻ എന്ത് ചെയ്യണം? ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംസാരിക്കുന്ന ഇടയിൽ ഇതാ ബഹുമാനപ്പെട്ടവർ പെട്ടെന്ന് ചെരുപ്പ് ധരിച്ച് പള്ളിയുടെ പുറത്തേക്ക് വന്നിട്ട് ചെരുപ്പ് ധരിച്ചിട്ട് പുറപ്പെടുന്ന സമയത്ത് ഇതാ ചോദിക്കപ്പെട്ടു, നിങ്ങൾ ഇഅ്തികാഫ് മറന്നോ? ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ ഇഅ്തികാഫ് മറന്നതല്ല,
കണ്ണിൽ നിന്ന് കണ്ണീർ ഒലിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്ത് ശരീഫ് നടന്നിട്ട് കൂടുതൽ കാലമൊന്നും ആയിട്ടില്ലല്ലോ. എന്നിട്ട് പറഞ്ഞു, അവിടുന്ന് ഞാൻ കേട്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മമ്മശാ ഫീ ഹാജതി അഖീഹി വബലഗ ഫീഹാ കാന ഖൈറൻ ലഹു മിൻ ഇത്തികാഫി 10 സിനീൻ വമൻ ഇതകഫ യൗമൻ ഇബ്തിഗാ വജ്ഹില്ലാഹി തആല ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി ثلاث خنادق അബ്അദ മിമ്മാ ബൈനൽ ഖാഫിഖൈൻ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ശരീഫ് പറയുകയാണ്, ആരെങ്കിലും തന്റെ സുഹൃത്തിന്റെ തന്റെ സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി നടന്നാൽ എന്നിട്ട് അവന്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്താൽ അവർക്ക് 10 വർഷം എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാളും മഹത്വമുണ്ട്. എന്നിട്ട് പറഞ്ഞു, വമൻ ഇതകഫ യൗമൻ ഇബ്തിഗാ വജ്ഹില്ലാഹി തആല ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി ثلاث خنادق. അതായത് ഒരാൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അല്ലാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ദിവസം എഴുത്തിക്കാഫിരുന്നാൽ അവന്റെയും നരകത്തിന്റെയും ഇടയിൽ 3 ഖന്ദഖുകൾ അത്ര വൈദൂരം അല്ലാഹു ആക്കുന്നു. ആ വൈദൂരം അബ്അദ മിമ്മാ ബൈനൽ ഖാഫിഖൈൻ, മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ള വൈദൂരത്തെക്കാളും കൂടുതലാണ്. അത്ര അവനെയും നരകത്തിന്റെയും ഇടയിൽ അല്ലാഹു തആല വിദൂരത്താക്കും എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ ഇതാ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതാണ് ബഹുമാനപ്പെട്ട ഹാഫിദ് അബ്ദുൽ ഖബീർ മുൻദിരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവം തർഗീബ് തർഹീബ് 2-ാം വാല്യം 92-ാമത്തെ പേജിൽ പറയുകയാണ്. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാ സാദാത്യങ്ങൾ ഇതാ അവസാനത്തെ 10-ൽ എഴുത്തിക്കാഫിരിക്കുന്നവരുമുണ്ട്. അല്ലാതെ മറ്റു ചിലർ സ്ഥാപനവുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതാ യാത്ര പോയി ഇതാ സംഭാവനകളെല്ലാം ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി സ്ഥാപനം നടത്താൻ വേണ്ടി മറ്റും പോകാറുണ്ട്. എല്ലാം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് കുറച്ച് എത്തിക്കാഫിരിക്കുമ്പോഴേക്ക് ഒരുപാട് ആലിമീങ്ങളെയും സാദാത്യങ്ങളെയും നമ്മൾ നിസ്സാരപ്പെടുത്താൻ പാടില്ല. ഈ കാര്യം നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കൊക്കെ ഉജുബിനെ തൊട്ടും നിഫാഖിനെ തൊട്ടും റിയാഇനെ തൊട്ടും കിബിറിനെ തൊട്ടും എല്ലാം രക്ഷപ്പെടുത്തി ലാഹിരിയായ ദോഷങ്ങളെ തൊട്ടും ബാത്തിനിയായ ദോഷങ്ങളെ തൊട്ടൊക്കെ രക്ഷപ്പെടുത്തി നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു സലാമത്താക്കി തരുമാറാകട്ടെ. നമ്മുടെ ദോഷങ്ങളൊക്കെ അല്ലാഹു തആല മാഫാക്കി തരുമാറാകട്ടെ. മാത്രമല്ല ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ശുഅബുൽ ഈമാൻ 3-ാം വാല്യം 425-ാമത്തെ ഹദീസിൽ പേജിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് ഹസൻ ബസ്രി തങ്ങളെ തൊട്ട്, അതായത് എഴുത്തിക്കാഫിരിക്കുന്ന മനുഷ്യൻ ഒരു ദിവസം എഴുത്തിക്കാഫിരുന്നാൽ അവനിക്ക് ഒരു ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു നൽകുന്നു എന്നാണ് മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് മഹാന്മാരൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് എഴുത്തിക്കാഫ് നമ്മുടെ ഈത്തിക്കാഫ് നഫ്ല് ഹനഫിയിലും ഈത്തിക്കാഫ് നഫ്ല് നമ്മളും പറയുന്ന മുസ്തഹബായ സുന്നത്തായ എഴുത്തിക്കാഫ് നമ്മൾ പറ്റുന്ന സമയങ്ങളെല്ലാം എഴുത്തിക്കാഫിരിക്കണം. എപ്പോ പള്ളിയിൽ വന്നാലും എഴുത്തിക്കാഫിന് നിയത്ത് നവൈതു സുന്നത്തുൽ എഴുത്തിക്കാഫ് നവൈതു സുന്നത്തുൽ ഇഅ്തികാഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതായത് നമ്മൾ പ്രത്യേകം മസ്ജിദുൻ നബവിയിൽ പണ്ടത്തെ പഴയ വാതിൽക്കൽ ബാബുർ റഹ്മ അതിലൂടെ പ്രവേശിക്കുമ്പോൾ അതിന്റെ തൂണിൽ അവിടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഇതാ മുമ്പ് കാലം മുതൽ പണ്ട് കാലം മുതൽക്ക് എഴുതപ്പെട്ടിട്ടുണ്ട് നവൈതു സുന്നത്തുൽ ഇഅ്തികാഫ്. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് എഴുത്തിക്കാഫിരിക്കണം. അതോട് പള്ളിയുടെ ബഹുമാനം പാലിക്കണം. അതോടുകൂടി കഴിയുന്ന പരമാവധി സംസാരങ്ങൾ കുറുക്കണം. ഒരുപാട് നിലക്ക് സംസാരങ്ങളൊക്കെ കുറച്ചുകൊണ്ട് പ്രത്യേകിച്ചും ഹനഫികളുടെ പ്രത്യേകിച്ചും പല ഗ്രന്ഥങ്ങളിലും ചില ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് കാണാം, പള്ളിയിൽ സംസാരിക്കുമ്പോൾ എത്രയോ വർഷത്തിന്റെ നന്മകളൊക്കെ നഷ്ടപ്പെടുമെന്ന്. ഏതായാൽ നമ്മളും കഴിയുന്ന പരമാവധി സംസാരത്തിനെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു ഒരു പഴയ വീട് കണ്ടപ്പോ അത് എന്തിനായിരിക്കും വീട് എപ്പോഴാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. ഉടനെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞത്, അത് എപ്പോൾ ഉണ്ടാക്കപ്പെട്ടാലും നിനക്കെന്തിനാണ്, നീ എന്തിനാണ് ചോദിച്ചത്, നീ അങ്ങനെ ചോദിച്ചത് കൊണ്ട് എന്നെ പാഠം പഠിപ്പിക്കാന്ന് പറഞ്ഞുകൊണ്ട് 1 വർഷം സുന്നത്ത് നോമ്പ് ബഹുമാനപ്പെട്ട നോമ്പ് അനുഷ്ഠിക്കുകയാണ് എന്ന് ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി മിൻഹാജുൽ ആബിദീനിൽ രേഖപ്പെടുത്തുകയാണ്.
അപ്പൊ അത്രമാത്രം നമ്മുടെ മുൻഗാമികൾ ഹറാമായ വാക്കുകളല്ല, അതോടുകൂടി ജായിസായ വാക്കുകളും സൂക്ഷിച്ചിരുന്നു. ഹറാമായ വാക്കുകൾ എങ്ങനെയാലും സൂക്ഷിക്കണം. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അനാവശ്യം പറയരുത് എന്ന നിലക്ക് തന്റെ വായിൽ കല്ല് വെച്ച് നടന്നിരുന്നു എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി കീമിയാ സആദത്തിലും മിൻഹാജുൽ ആബിദീനിലും രേഖപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് എത്രമാത്രം സൂക്ഷിച്ചിരുന്നു. അവർക്ക് എന്ത് അനാവശ്യം വരുന്നു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും അനാവശ്യം പറയുന്ന ആളല്ല. എന്നിട്ട് പോലും സിദ്ദീഖ് റളിയല്ലാഹു പേടിക്കുകയാണ്. അള്ളാഹു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു തആല മാഫാക്കി തിരുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടത് എപ്പോഴും നമ്മുടെ നാവുകളെ നിയന്ത്രിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും അള്ളാഹുവിന്റെ വീടിൽ വെച്ച് നമ്മൾ നാവിനെ എപ്പോഴും നിയന്ത്രിക്കേണ്ടത്. അതേ സ്ഥാനത്ത് മറ്റുള്ളവരെ കാണുമ്പോൾ തബസ്സുമുക ഫീ വജ്ഹി അഖീക സ്വദഖാ, ഈമാനുള്ളവർ പരസ്പരം നോക്കുമ്പോൾ പുഞ്ചിരിക്കൽ സുന്നത്താണ്. അത് സ്വദഖയുടെ പ്രതിഫലം ലഭിക്കും. പുഞ്ചിരിക്കണം, സ്വദഖ ചെയ്ത പ്രതിഫലം ലഭിക്കും. ഇനി ഇങ്ങൊരാള് നോക്കിയിട്ട് പുഞ്ചിരിക്കുകയാണെങ്കിലോ, അതായത് എന്നെ നോക്കിയിട്ട് ഒരാൾ പുഞ്ചിരിക്കാൻ, അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അല്ലാഹു സിന്നക്ക എന്ന് പറയണം. അതൊരു പുണ്യകർമ്മമാണ്. നിന്നെ അല്ലാഹു തആല എപ്പോഴും സന്തോഷത്തിൽ വെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സിന്നക്ക, ഒരാൾ നോക്കിയിട്ട് പുഞ്ചിരിക്കുമ്പോൾ അല്ലാഹു സിന്നക്ക, നിന്നെ എപ്പോഴും അല്ലാഹു സന്തോഷത്തിൽ വെക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എന്ന് മാത്രമല്ല, നാം ആ സമയത്തെല്ലാം അല്ലാഹുവിന്റെ ഇബാദത്തിലായി ധാരാളം കാര്യങ്ങൾ മുൻഗാമികൾ ആ മഹത്തുക്കൾക്ക് ഉണ്ടായിരുന്നത്. ഭക്ഷണം കുറവാണ്, പാനീയം കുറവാണ്, സംസാരം കുറവാണ്. എന്നാൽ ഇന്ന് അതെല്ലാം നമുക്ക് കൂടുതലാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1450 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചത് ഇന്ന് സയൻസ് പഠിപ്പിക്കുന്നത് പോലെ 3 വരിയാക്കാൻ നോക്കേണ്ടതുണ്ട്. നമ്മൾ ഭക്ഷണം, പാനീയം, കാറ്റ്, ഈ 3-നും സ്ഥലം ഉണ്ടാക്കി ഭക്ഷണ നിയന്ത്രണം നമുക്കുണ്ടാകേണ്ടതിന്. പ്രത്യേകിച്ചും ഇന്ന് പല നിലക്കുള്ള ഭക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത്. ഭക്ഷണത്തിന്റെ പേര് ഒരുപാട് ഭക്ഷണ ഐറ്റംസുകൾ ധാരാളം വന്ന കാലഘട്ടമാണ്. ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട, ചില സമയത്തൊക്കെ ഹാഫിദ് ഇബ്നു അസാകിർ റളിയല്ലാഹു അൻഹു താരിഖ് ദിമശ്കിൽ 31-ാം വാല്യം 142-ാമത്തെ പേജിൽ പറഞ്ഞ ഒരു ഹദീസ്, ആർക്കെങ്കിലും ഒരു ഭക്ഷണം ആഗ്രഹം വന്നു, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അത് ഒഴിവാക്കി, എന്നാൽ അവനിക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുന്നു. അതായത് ഒരാൾക്ക് ഒരു ഭക്ഷണം ആഗ്രഹം വന്നു, പക്ഷേ സ്വന്തം ഉപേക്ഷിച്ച് അത് മറ്റുള്ളവർക്ക് കൊടുക്കാം എന്ന് ഈസാറ് ചെയ്താൽ, എനിക്ക് വേണ്ട മറ്റുള്ളവർക്ക് കൊടുക്കാം, ഈ ഒരു ഭക്ഷണം, ഈ ഒരു പാനീയം എനിക്ക് വേണ്ട, എന്നെക്കാളും മറ്റുള്ളവരെ ഞാൻ തിരഞ്ഞെടുക്കണം. വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, എനിക്ക് ആവശ്യം മറ്റുള്ള കാര്യം തിരഞ്ഞെടുക്കണം എന്നൊക്കെ ചെയ്താൽ അവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമെന്ന് ഇബ്നു അസാകിർ 31-ാം വാല്യം 142-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്ത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ലിസ്റ്റിൽ പെടാൻ, പ്രത്യേകിച്ച് സ്വാലിഹീങ്ങളുടെ ലിസ്റ്റിൽ നമ്മൾ പെടാൻ വേണ്ടി പരിശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ പള്ളിയിൽ നിന്ന് ഉപദ്രവ വസ്തുക്കളൊക്കെ നീക്കാൻ നോക്കണം. ആരെങ്കിലും പള്ളിയിൽ നിന്ന് ബുദ്ധിമുട്ടാക്കുന്ന വസ്തു നീക്കിയാൽ അവന് സ്വർഗത്തിൽ അല്ലാഹു തആല അവനക്ക് വീട് നൽകുമെന്ന് ഇബ്നു മാജ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് 1-ാം വാല്യം 419-ാമത്തെ പേജ്, അതായത് 757-ാമത്തെ ഹദീസിൽ ബഹുമാനപ്പെട്ട ഇബ്നു മാജ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതുപോലെ പള്ളിയിൽ അതിന്റെ ബഹുമാനമൊക്കെ പാലിച്ചുകൊണ്ട് ഫർള് നിസ്കാരങ്ങളും സുന്നത്ത് നിസ്കാരങ്ങളും എല്ലാ കാര്യവും ശ്രദ്ധിച്ചുകൊണ്ട്, മാത്രമല്ല പള്ളിയിൽ ഇത്തികാഫിരിക്കുക എന്ന് പറഞ്ഞാല് അവൻ എപ്പോഴും നിസ്കാരത്തിലുള്ള പോലെയാണ്. കാരണം ജമാഅത്തിൽ നിസ്കരിക്കുന്നത് പ്രതിഫലമാണ്. നിസ്കാരത്തിന് വേണ്ടി കാത്തു നിൽക്കുക, ജമാഅത്തിന് വേണ്ടി കാത്തു നിൽക്കുക, ആ ഇന്തിളാറും അത് നിസ്കാരത്തിലും ജമാഅത്തിലുള്ളത് പോലെയാണ്. അപ്പൊ അത്രക്കും മഹത്വമാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ ദോഷങ്ങളും മാഫാക്കി തരട്ടെ. ഇത്തികാഫിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട്, ചിലപ്പോൾ ഇത്തികാഫ് ഒരാഴ്ചക്ക് വേണ്ടി ഇത്തികാഫ്, 10 ദിവസത്തിന്റെ ഇത്തികാഫ്, ഒരു ദിവസത്തിന്റെ ഇത്തികാഫ്, നമുക്ക് പറ്റുന്ന വിധത്തിലുള്ള ഇത്തികാഫുകൾ നമ്മൾ റമദാനിൽ കൂടുതൽ, ബാക്കി സമയങ്ങളിൽ നമുക്ക് ഇത്തികാഫുമായി ബന്ധപ്പെട്ട ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാകണം. അതൊരു നല്ല ഒരു പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹു തആല പള്ളിയിരിക്കുക എന്ന് പറഞ്ഞാൽ അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വ അബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അല്ലാഹുവിന്റെ വീടുകളായ പള്ളികളാണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അങ്ങാടികളാണ് എന്ന് ഹദീസിൽ കാണാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യമാണ് അങ്ങാടികളോട് ബന്ധപ്പെടുന്നത്? നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും, നമ്മുടെ എല്ലാ ജീവിത മഈശത്തിനു വേണ്ടി നമ്മൾ അങ്ങാടിയുമായി ഉണ്ടാവട്ടെ. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അതെല്ലാം നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്താൽ അതൊക്കെ പ്രതിഫലം തന്നെയാണ്, ഒന്നും പ്രതിഫലമില്ലാത്ത ഇല്ല. കാരണം ദുനിയാവ് സമ്പാദിക്കുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ
ദുനിയാവിന്റെ സമ്പത്ത് സമ്പാദിക്കുമ്പോൾ നിയ്യത്ത് നന്നാക്കിയാൽ അധികം പ്രതിഫലമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഹദീസുകൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എത്രയോ ഹദീസുകൾ ദുനിയാവിന് വേണ്ടി ജോലി ചെയ്യുന്നത് നിയ്യത്ത് നന്നാക്കിയാൽ അതിനും പ്രതിഫലമുണ്ട്. ആ നിലയ്ക്ക് നമുക്ക് അങ്ങാടിലേക്ക് പോകാം. എന്നാൽ ഇത്ര സമയത്ത് നമ്മൾ അങ്ങാടിലേക്ക് പോകുമ്പോൾ കുറഞ്ഞ സമയം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ഇബാദത്തായ 5 വഖ്ത് നിസ്കാരം അത് കഴിയുന്ന പരമാവധി ജമാഅത്തിന് വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ വലിയ മഹത്വമാണ്. നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ ഒരു വഖ്ത് ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ട് അവർക്കുണ്ടാകുന്ന വലിയ വലിയ സമ്പത്ത്, രാജ അധികാരം അത് നഷ്ടപ്പെട്ടാലും ഇത്ര ടെൻഷൻ ഇല്ല, ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ അത്രമാത്രം ടെൻഷനാണ് എന്ന് മൈമൂൻ ഇബ്നു മെഹ്റാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മിൻഹാജുൽ ആബിദീനിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് നല്ല നിയ്യത്തോടുകൂടെ നമ്മൾ മഈശത്തിന് വേണ്ടി പ്രവർത്തിക്കണം. പക്ഷേ അള്ളാഹുവിനെ മറന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പൊരുത്തം സമ്പാദിക്കാത്ത വിധത്തിൽ ആകാൻ പാടില്ല. ആ നിലയ്ക്ക് 5 വക്ത് നിസ്കാരത്തിന്റെ കാര്യം അതാ കൃത്യമായി ശ്രദ്ധിക്കണം. കഴിയുന്ന പരമാവധി നാം ജമാഅത്തിന്റെ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തി. എഴുത്തിക്കാഫ് അവസാനം റമദാൻ ശരീഫിന്റെ അവസാനത്തെ 10 ധാരാളം എഴുത്തിക്കാഫ് ഇരുന്ന് നമ്മൾ പ്രവർത്തിക്കണമെന്നും ബഹുമാനപ്പെട്ട ഇമാം അഹ്മദുല്ലാഹ് ഖാൻ റഹ്മത്തുള്ളാഹി മൽഫൂദാത്തിൽ പറഞ്ഞത് മുഫ്തി ആലം റഹിമഹുല്ലാ 317-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയ പോലെ മദീനത്തെ പള്ളിയിൽ പണ്ടുള്ള വാതിൽ ബാബുർ റഹ്മയിൽ അവിടെ തൂണിൽ തന്നെ ഇഅ്തികാഫിന് നിയ്യത്തൊക്കെ എഴുതപ്പെട്ടിരുന്നു എന്ന് ആലാ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അവിടുത്തെ കാലത്തിനെ സംബന്ധിച്ച് മൽഫൂദാത്ത് ആലാ ഹസ്രത്ത് 317-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. അപ്പൊ ഏതായാലും അല്ലാഹു തആല നമ്മുടെ ഇഅ്തികാഫുകളൊക്കെ സ്വീകരിക്കട്ടെ. ലോകത്ത് ആരെല്ലാം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മസാജിദിൽ അഹ്ലുസുന്നയുടെ ഖാദിമികളെ ഇഅ്തികാഫ് ഇരിക്കുന്നുണ്ട്, അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മസ്ജിദുൽ അസ്ഹറിൽ ഇഅ്തികാഫ് ഇരിക്കുന്നവർ അതുപോലെ ഇവിടെ പറ്റുന്ന സമയങ്ങളെല്ലാം വലിയ അദബും ബഹുമാനത്തോടുകൂടെ ഇമാം ഷാലിയാത്ത് റഹിമഹുള്ളയുടെ മഖാമു ഷരീഫുള്ള സ്ഥലമാണ്. അതുപോലെ ദാറുൽ ഇഫ്തായിൽ അസ്ഹരിയ ആസാർ മുബാറക്കുള്ള ഒരുപാട് അഹ്ലുസുന്നയുടെ ഗ്രന്ഥങ്ങളുള്ള മഹത്തുക്കളുടെ ഗ്രന്ഥങ്ങളുള്ള ആസാറുകളുള്ള ഈ സ്ഥലത്തും വലിയ അദബും ബഹുമാനത്തോടുകൂടെ ഇഅ്തികാഫ് ഇരിക്കുന്ന അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ഇഅ്തികാഫ് ഇരിക്കുന്നവർക്കും അള്ളാഹു അതുപോലെ അഹ്ലുസുന്ന പള്ളികളിലൊക്കെ ഇഅ്തികാഫ് ഇരിക്കുന്ന സർവർക്കും അള്ളാഹു തആല ഖൈറ്, ലുത്ഫ്, ആഫിയത്ത്, ഇസ്തിഖാമത്ത് ധാരാളം ഖൈറുകൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.